ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും സ്വാഗതം. ടോപ്പ് ട്യൂഷൻ ഇന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്റർ റെഡോക്സ് റിയാക്ഷൻസ്. നമുക്ക് തുടങ്ങാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അനലൈസ് ദ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻസ്. നമുക്ക് ഒരു കെമിക്കൽ റിയാക്ഷന്റെ സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഒബ്വിയസ് ആയി ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് മാത്രമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ റെഡോക്സ് റിയാക്ഷന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഇവിടെ നമ്മൾ പോയിട്ടില്ല. ഈ ക്വസ്റ്റ്യനിൽ വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്തരം എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പരീക്ഷയ്ക്ക്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ റിയാക്ഷൻ നടക്കുന്നത് ഫിനോഫ്തലിൻ പ്ലസ് വാട്ടറിലേക്കാണ് സോഡിയം ആഡ് ചെയ്തിരിക്കുന്നത്. ഇക്വേഷൻ ഇതാണ്. 2Na plus 2H2O gives 2NaOH plus H2. അപ്പോൾ ഫസ്റ്റത്തെ ഒബ്സർവേഷൻ ഏതാണ് നമുക്ക് കിട്ടുന്നത്? എല്ലാ ഒബ്സർവേഷനും അതിന്റെ റീസണാണ് നമുക്ക് എഴുതേണ്ടത്. ഫസ്റ്റത്തെ ഒബ്സർവേഷൻ നമുക്ക് കിട്ടുന്നത് വെൻ സോഡിയം ഇസ് ആഡഡ് ടു ഫിനോഫ്തലിൻ വാട്ടർ ഇറ്റ് റിയാക്ട്സ് വിഗറസ്ലി ആൻഡ് ടേൺസ് ദ സൊല്യൂഷൻ പിങ്ക്. ഈ സൊല്യൂഷൻസ് ഇവിടെ വൈറ്റ് ആണ്, അത് പിങ്ക് കളറിലേക്ക് മാറി. അതാണ് നമ്മളെ ഫസ്റ്റത്തെ ഒബ്സർവേഷനുള്ളത്. അതിന്റെ കാരണം the phenolphthalein turns pink in the presence of basic solution NaOH. Sodium reacts with water gives sodium hydroxide and hydrogen. ഈ റിയാക്ഷൻ ഈ NaOH ഒരു ബേസിക് സൊല്യൂഷനിലേക്ക് ആവുമ്പോൾ ആ ബേസിക് സൊല്യൂഷൻ ആണ് ഫിനോഫ്തലിനെ പിങ്ക് ആയിട്ട് മാറ്റുന്നത്. ഇനി രണ്ടാമത്തെ ഒബ്സർവേഷൻ നമുക്ക് വരുന്നത്, ഇതിൽ കുറച്ച് ബബിൾസ് കാണാൻ പറ്റും. ഒരു ചെറിയൊരു ഫ്ലെയിം, ഒരു തീ മാതിരി ഇവിടെ ഫീൽ ചെയ്യും നമുക്ക്. അപ്പോൾ അതിനുള്ള റീസൺ ഹൈഡ്രജൻ ഗ്യാസ് ഈസ് റിലീസ്ഡ് ആസ് ബബിൾസ്. ഈ റിയാക്ഷൻ വഴി ഹൈഡ്രജൻ ഉണ്ടാകുന്നുണ്ടല്ലോ, അതാണ് ബബിൾസ് ആയിട്ട് റിലീസ് ചെയ്യുന്നത്. പിന്നെ ഈ ഫ്ലെയിമിനുള്ള റീസൺ ദ കെമിക്കൽ റിയാക്ഷൻ ജനറേറ്റ്സ് ഹീറ്റ് എനർജി. ദ സെൽഫ് ഇഗ്നൈറ്റിംഗ് ഗ്യാസ് ഹൈഡ്രജൻ ഇഗ്നൈറ്റ് ഡ്യൂ ടു ദ ഹീറ്റ് ഫ്രം ദ റിയാക്ഷൻ കോസിംഗ് സ്മോൾ ഫ്ലെയിംസ്. ഈ ഹൈഡ്രജൻ ഒരു സെൽഫ് ഇഗ്നൈറ്റിംഗ്, സ്വയമായിട്ട് കത്തുന്നതിന് കഴിവുള്ള എലമെന്റ് ആണ് ഹൈഡ്രജൻ. ആ റിയാക്ഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന സ്മോൾ ഹീറ്റ് എനർജിയിൽ അത് കത്തിയിട്ടാണ് ചെറിയ ഫ്ലെയിം നമുക്ക് കിട്ടുന്നത്. ഇതാണ് റീസൺ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനും സിമിലർ ആയിട്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് അതിലെ ഒബ്സർവേഷൻസ് എന്താണ്, റീസൺസ് എന്താണ്, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഇലക്ട്രോണിക് ബാലൻസിൽ ബേരിയം ക്ലോറൈഡ് ഒരു ബീക്കറിലും സോഡിയം സൾഫേറ്റ് അടുത്ത ബീക്കറിലും വെച്ചിട്ടുണ്ട്. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ റിയാക്ഷൻ വഴിയിട്ടുള്ള ഒബ്സർവേഷൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നടക്കുന്നത് BaCl2 plus Na2SO4 gives BaSO4 and 2NaCl. ഇതിന്റെ ആദ്യത്തെ ഒബ്സർവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്, ഇവിടെ നമുക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ബീക്കറിൽ കാണാൻ പറ്റും. ഈ റിയാക്ഷൻ നടന്നതിന് ശേഷം കാണുമ്പോൾ ഇവിടെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്താണെന്ന് വെച്ചാൽ ബേരിയം സൾഫേറ്റ്. ഈ റിയാക്ഷൻ വഴി ഫോം ചെയ്യുന്ന ഈ ബേരിയം സൾഫേറ്റ് ആണ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. അതൊക്കെ നമുക്ക് വൺ വേർഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ ഒബ്സർവേഷൻ, ഈ രണ്ട് റീഡിങ്ങും എക്സാക്ട്ലി ദ സെയിം ആണ്. റിയാക്ഷന് മുമ്പുള്ളതും റിയാക്ഷന് ശേഷമുള്ളതും റീഡിങ്ങിന് ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ ഈ ഒബ്സർവേഷൻ കാരണം അതിന്റെ മാസ്, നോ ചേഞ്ച് ഇൻ ദ ടോട്ടൽ മാസ്, അതാണ് സെയിം റീഡിംഗ് തന്നെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മുടെ അടുത്ത ഒബ്സർവേഷൻ. റീഡിംഗ് സെയിം ആണ്, അതിന്റെ റീസൺ നോ ചേഞ്ച് ഇൻ ദ ടോട്ടൽ മാസ് ബൈ ദ കെമിക്കൽ റിയാക്ഷൻ. ഇതും നമ്മളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ മാതിരി തന്നെയാണ്. റിയാക്ഷൻസ് സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒബ്സർവേഷൻസും റീസൺസും പറയാനാണ്. ഇവിടെ നമുക്ക് റിയാക്ട് ചെയ്യാൻ തന്നിരിക്കുന്നത് HCl സൊല്യൂഷൻ ആണ് നമ്മൾ ഈ ഫ്ലാസ്കിൽ എടുത്തിരിക്കുന്നത്. ഈ ബലൂണിൽ നമ്മൾ സിങ്ക് ഇട്ടിട്ടുണ്ട്. ഈ സിങ്ക് ഈ HCl ആയിട്ട് റിയാക്ട് ചെയ്യാൻ വിട്ടിട്ട് എന്താണ് ഒബ്സർവേഷൻ ചോദിച്ചിരിക്കുന്നത്? സിങ്കും HCl ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ ആണ് ഫോം ചെയ്യുന്നത്. ഹൈഡ്രജൻ ആണ് ഈ അപ്പാരോ വെച്ചെടുക്കുന്നത്. ഇത് ഗ്യാസ് ആയിട്ടെന്നുള്ള ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അപ്പാരോ വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ഫസ്റ്റത്തെ ഒബ്സർവേഷൻ, ബലൂൺ ഗെറ്റ്സ് ഇൻഫ്ലേറ്റഡ്. ഇവിടെ ഈ റിയാക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ബലൂൺ വലുതാകാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിന്റെ റീസൺ ഈ ഹൈഡ്രജൻ ഗ്യാസ് ഈ ബലൂണിൽ കളക്റ്റഡ് ആകുന്നത് കാരണം. സെക്കൻഡ് ഒബ്സർവേഷൻ, നമ്മുടെ ഇതൊരു ഇലക്ട്രോണിക് ബാലൻസിലാണല്ലോ വെച്ചിരിക്കുന്നത്. ഇത് രണ്ട് റീഡിങ്ങും സെയിം തന്നെയാണ്. അതാണ് നമ്മുടെ ഒബ്സർവേഷൻ.
സെയിം റീഡിംഗ് ആയിരിക്കും. അതിനുള്ള റീസൺ there is no change in total mass. Question. State the law of conservation of mass. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സ്റ്റേറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കഴിഞ്ഞ 2-3 റിയാക്ഷൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു റിയാക്ഷൻ നടക്കുന്ന സിനാരിയോയിൽ റിയാക്ഷന് മുമ്പുള്ള മാസും റിയാക്ഷന് ശേഷമുള്ള മാസും സെയിം ആയിരുന്നു എന്ന് നമ്മൾ എക്സ്പെരിമെൻ്റലി കണ്ടു. അപ്പോൾ അതിനെ ഒരു സയൻറ്റിഫിക് ലോ വെച്ചിട്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. The law of conservation of mass states that in a chemical reaction, the total mass of the reactants will be equal to the total mass of the products. Reactantsന്റെയും productsന്റെയും total mass സെയിം ആയിരിക്കും ഏത് കെമിക്കൽ റിയാക്ഷൻസ് എടുത്താലും. ഇത് കണ്ടുപിടിച്ചത് ആന്റോയിൻ ലവോയിസിയർ stated the law of conservation of mass. Question. What are Antoine Lavoisier's key discoveries? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കണ്ടുപിടിച്ച ആളാണ് ആന്റോയിൻ ലവോയിസിയർ. അദ്ദേഹത്തിന് കുറച്ചുകൂടി ഡിസ്കവറീസ് ഉണ്ട്, അത് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് 1 word type ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. Antoine Lavoisier stated the law of conservation of mass. Other major findings are: discovered the role of oxygen in the process of combustion, found out that oxygen is inhaled and carbon dioxide is exhaled during respiration, discovered the presence of oxygen in acids, proposed a name for hydrogen and oxygen, classified elements into metals and non-metals. തീ കത്തുമ്പോഴുള്ള ഓക്സിജന്റെ പ്രസൻസിനെ കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. പിന്നെ നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഓക്സിജനും എക്സെയിൽ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവുന്നതിനെ പറ്റിയിട്ട് പഠനം നടത്തിയതും ഇദ്ദേഹമാണ്. ഡിസ്കവേർഡ് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഇൻ ആസിഡ്സ്. പിന്നെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും പേര് പ്രപ്പോസ് ചെയ്തത് ലവോയിസിയർ ആണ്. പീരിയോഡിക് ടേബിളിലുള്ള എലമെന്റ്സിനെ മെറ്റൽസും നോൺ മെറ്റൽസുമായി ക്ലാസിഫൈ ചെയ്തു. ക്വസ്റ്റ്യൻ. The law of conservation of mass is preserved in chemical reactions. Illustrate with suitable examples. Chemical reactions law of conservation of mass എപ്പോഴും ഫോളോ ചെയ്തുണ്ടാവും. അത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വിശദീകരിക്കുക. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത് മാറ്ററിനെ ഡിസ്ട്രോയ് ചെയ്യാനോ ക്രിയേറ്റ് ചെയ്യാനോ പറ്റില്ല. ഒരു റിയാക്ഷൻ സംഭവിക്കുമ്പോൾ റിയാക്റ്റൻസിൻ്റെ ഫോമിൽ നിന്നും പ്രോഡക്റ്റിൻ്റെ ഫോമിലേക്ക് മാറുക മാത്രമാണ് ചെയ്യുന്നത്. മാറ്ററിൻ്റെ ക്വാണ്ടിറ്റി റിയാക്റ്റൻസ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും സെയിം ആയിരിക്കും. ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാം. ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ മാസ് ഇസ് നെയ്തർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ദ മാസ് ഓഫ് റിയാക്റ്റൻസ് മസ്റ്റ് ബി ഈക്വൽ ടു ദ മാസ് ഓഫ് ദ പ്രോഡക്ട്സ്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് വിശദീകരിക്കാം. വാട്ടറിൻ്റെ ഫോർമേഷൻ 2H2 plus O2 gives 2H2O. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് റിയാക്റ്റൻറ്റ് സൈഡിലുള്ള മാസും പ്രോഡക്റ്റ് സൈഡിലുള്ള മാസും ഈക്വൽ ആയിരിക്കുന്നു. അതിന് നമുക്ക് അറിയേണ്ട കാര്യം ഹൈഡ്രജൻ്റെ മാസ് അറിയണം, ഓക്സിജൻ്റെ മാസ് അറിയണം. അപ്പോൾ നമുക്ക് റിയാക്റ്റൻറ്റ് സൈഡിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4, ഓക്സിജൻ 2. അപ്പോൾ അതിൻ്റെ ടോട്ടൽ മാസ് ഹൈഡ്രജന് 1ഉം ഓക്സിജന് 16 ആണ് ആറ്റമിക് മാസ് യൂണിറ്റ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ റിയാക്റ്റൻറ്റ് സൈഡിൻ്റെ മാസ് കാണാം. പ്രോഡക്റ്റ് സൈഡിൽ 4 ഹൈഡ്രജനും 2 ഓക്സിജനും, അതിൻ്റെയും ടോട്ടൽ മാസ് കാണാം. എന്നിട്ട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്തു. റിയാക്റ്റൻറ്റ് സൈഡിൽ 4U, ഇത് 1 ഹൈഡ്രജൻ 4 ഉണ്ട്, അപ്പോൾ 4U. ഓക്സിജൻ്റെ ഒരെണ്ണത്തിന് 16 ആണ്, അപ്പോൾ 2 ഓക്സിജൻ 32. റിയാക്റ്റൻറ്റ് സൈഡിൽ സം 36 ആറ്റമിക് യൂണിറ്റ് വരും. സിമിലർലി 2 വാട്ടർ മോളിക്യൂൾ, ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ വെയിറ്റ് 16 + 2 18 ആണ്, അപ്പോൾ രണ്ടെണ്ണത്തിന് 36, അപ്പോൾ അവിടെയും 36. ഈക്വൽ വെയിറ്റ് ആണ് റിയാക്റ്റൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഉള്ളത്. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്. ദ ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്ട്സ് ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ്. ഹെൻസ് ദ മാസ് ഈസ് കൺസേർവ്ഡ് ഇൻ ദിസ് കെമിക്കൽ റിയാക്ഷൻ. Question. CH4 methane burns in air to form carbon dioxide and water vapor.
Symbolic representation of the chemical reaction is given below. Answer the given questions. ഒരു റിയാക്ഷൻ CH4ഉം ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും ഉണ്ടാക്കുന്നതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് അത് വെച്ചിട്ട് ഒരു അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലായി ഒരു CH4ഉം 2 ഓക്സിജൻ മോളിക്യൂൾസും തമ്മിലാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളും 2 വാട്ടർ മോളിക്യൂളുമാണ് പ്രോഡക്റ്റായി വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഇക്വേഷൻ നമുക്ക് ഇതിന് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് എഴുതാം. CH4 1, ഓക്സിജൻ 2 ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് 1, വാട്ടർ മോളിക്യൂൾ 2, ബാലൻസ് ചെയ്ത് അത് കിട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ റിയാക്ഷൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്യുക. അതിനുവേണ്ടി നമുക്ക് ഹിൻഡ് തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ്റെ 1U, കാർബൺ 12U, ഓക്സിജൻ 16U. അത് വെച്ചിട്ട് റിയാക്റ്റൻറ്റ് സൈഡിലുള്ള ടോട്ടൽ മാസ് എത്രയെന്ന് കാണുക, പ്രോഡക്റ്റ് സൈഡിലുള്ള ടോട്ടൽ മാസ് കണക്കാക്കുക, രണ്ട് ഈക്വലാന്ന് പ്രൂവ് ചെയ്യുക. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റിയാക്റ്റൻറ്റ് സൈഡിൽ കാർബൺ 12 ആണ്, ഒരു ഹൈഡ്രജൻ 1 ആണ്, അപ്പോൾ 4 4, അപ്പോൾ 12 + 4 16. CH4ൻ്റെ സൈഡിൽ നിന്ന് 16 റിയാക്റ്റൻറ്റ് സൈഡിലെ മാസ്. ഇനി ഓക്സിജൻ ഒരെണ്ണത്തിനുള്ളത് 16 ആണ്, അതുമാതിരി 2 ഓക്സിജനാണ് ഓക്സിജൻ മോളിക്യൂളിലുള്ളത്, അപ്പോൾ 32. 2 മോളിക്യൂൾസ് ഉണ്ട്, അപ്പോൾ 64, അപ്പോൾ ടോട്ടൽ 80 കിട്ടി. സിമിലർലി പ്രോഡക്റ്റ് സൈഡിലും 12ഉം 16 × 2 32, ദാറ്റ് ഈസ് 44 ഇവിടെ കിട്ടി. ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ 16 + 2 18 ആണ്, 2 വാട്ടർ മോളിക്യൂളുണ്ട്, അപ്പോൾ 36. അതിൻ്റെ സം കിട്ടുന്നത് 80. മാസ് ഓഫ് ദ റിയാക്റ്റൻറ്റ് സൈഡ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഫോളോ ചെയ്തു. Question. What is a balanced chemical equation? Explain with an example. Balanced chemical equations എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വിശദീകരിക്കുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കെമിക്കൽ ഇക്വേഷൻസിൻ്റെ ബാലൻസിങ് ഈ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ്. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇക്വേഷൻസ് എഴുതി കഴിഞ്ഞാൽ അതിലെ ഓരോ എലമെൻറ്റിൻ്റെയും നമ്പർ ഓഫ് ആറ്റംസ് റിയാക്റ്റൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഈക്വൽ ആണെന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. എന്നാൽ തന്നെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് മെയിൻറ്റെയിൻ ചെയ്യുള്ളൂല്ലോ. അല്ലെങ്കിൽ റിയാക്റ്റൻറ്റ് സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും മാസ് വ്യത്യാസമായി കഴിഞ്ഞാൽ അത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആകില്ല. കെമിക്കൽ റിയാക്ഷൻസ് എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം. ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാം. എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ where the number of atoms of each element on the reactant side is equal to the number of atoms of the same element on the product side. Reactant sideലെയും product sideലെയും each elementന്റെ number same ആയിരിക്കണം. Balanced chemical equation ensures that the mass is conserved in the chemical reactions. ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനും റിയാക്ട് ചെയ്ത് വാട്ടർ ഉണ്ടാകുന്ന റിയാക്ഷനാണ്. H2 + O2 gives H2O. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് റിയാക്റ്റൻറ്റ് സൈഡിൽ നോക്കിയാൽ 2 ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിലും 2 ഉണ്ട്, അത് ബാലൻസ്ഡ് ആണ്. ഓക്സിജനെ നോക്കുമ്പോൾ ഇവിടെ റിയാക്റ്റൻറ്റ് സൈഡിൽ 2 ഉണ്ട്, പക്ഷേ പ്രോഡക്റ്റ് സൈഡിൽ നോക്കിയാൽ ഒരെണ്ണേ ഉള്ളൂ, അപ്പോൾ അത് ബാലൻസ്ഡ് അല്ല. ഇത്തരം റിയാക്ഷൻസിന് നമ്മൾ എപ്പോഴും ബാലൻസ് ചെയ്ത് എഴുതണം. ഇനി ബാലൻസ് ചെയ്യാനുള്ള സ്റ്റെപ്പ് നമ്മൾ ക്ലിയർ ആയിരിക്കണം. ഇവിടെ ആദ്യം നമ്മൾ റോ ഇക്വേഷൻ തന്നെ H2 + O2 H2O എന്ന് എടുത്തെഴുതി, എന്നിട്ട് ബാലൻസ്ഡ് ആണോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്യുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ഓരോ എലമെൻറ്റിൻ്റെയും നമ്പർ ഓഫ് ആറ്റംസ് റിയാക്റ്റൻറ്റ് സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും നമ്മൾ എഴുതണം. റിയാക്റ്റൻറ്റ് സൈഡിലെ ഹൈഡ്രജൻ എത്രയുണ്ട്? 2 ആറ്റം ഉണ്ട്, 2. പ്രോഡക്റ്റ് സൈഡിലെ ഹൈഡ്രജൻ എത്രയുണ്ട്? 2. ബാലൻസ്ഡ് ആണ് ഇവിടെ. ഓക്സിജൻ നോക്കി, റിയാക്റ്റൻറ്റ് സൈഡിൽ 2 ഓക്സിജൻ ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ ഓക്സിജൻ 1 ഉള്ളൂ, അപ്പോൾ 1. അപ്പോൾ ഇത് ബാലൻസ്ഡ് അല്ലല്ലോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ ഓക്സിജൻ്റെ ബാലൻസ് ഇല്ലാത്തത് കാരണം ഓക്സിജനെ ബാലൻസ് ആക്കാൻ ട്രൈ ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു 2 കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹൈഡ്രജനും ഓക്സിജനും രണ്ടും ബാലൻസ് ചെയ്ത് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് 2 കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും നോക്കുക നമ്മളുടെ ബാലൻസിങ് എങ്ങനെയെന്ന്. റിയാക്റ്റൻറ്റ് സൈഡിൽ ഹൈഡ്രജൻ നോക്കി കഴിയുമ്പോൾ ഇവിടെ 2 ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ 2 × 2 4 ഉണ്ട് ഹൈഡ്രജൻ ആറ്റം, അപ്പോൾ ഇവിടെ ബാലൻസ് പോയി. ഓക്സിജൻ നോക്കിയാൽ ഇവിടെ 2 ഉണ്ട്, റൈറ്റ് സൈഡിലും 2 ഉണ്ട്, അത് ബാലൻസ് ചെയ്ത് വന്നു. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജിൽ നമ്മൾ ഇപ്പോൾ ബാലൻസ് പോയിരിക്കുന്നത് ഹൈഡ്രജൻ്റെ ബാലൻസ് ആണ്. ഇനി ഇവിടെ
2 ഇൻറ്റു 2 4 ഉണ്ട്, ഇവിടെ 2 ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും 4 ആയിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുമല്ലോ. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്. 2H2 പ്ലസ് O2 ഗീവ്സ് 2H2O. ഇനി ഇത് ബാലൻസ് ആയോ എന്ന് നോക്കൂ. റിയാക്റ്റൻറ്റ് സൈഡിൽ 4 ഹൈഡ്രജൻ, പ്രോഡക്റ്റ് സൈഡിലും 4 ഹൈഡ്രജൻ. ഓക്സിജൻ റിയാക്റ്റൻറ്റ് സൈഡിലും 2, പ്രോഡക്റ്റ് സൈഡിലും 2. അപ്പോൾ രണ്ട് സൈഡിലും ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ആറ്റംസ് ബാലൻസ്ഡ് ആയി. ഈ സിറ്റുവേഷനിലാണ് നമ്മൾ പറയുന്ന ഈ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയി എന്ന് പറയുന്നത്. 2H2 പ്ലസ് O2 ഗീവ്സ് 2H2O. അതാണ് ഈ വാട്ടർ ഫോർമേഷൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. Question. Write the balanced chemical equations of the following chemical reactions. Chemical equations in the balancing questions നമുക്ക് എന്തായാലും എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗീവ്സ് മെഗ്നീഷ്യം ഓക്സൈഡ്. ഒരു പ്ലെയിൻ ഇംഗ്ലീഷ് ടെക്സ്റ്റിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇക്വേഷൻ എഴുതുക. മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗീവ്സ് മെഗ്നീഷ്യം ഓക്സൈഡ്. മെഗ്നീഷ്യത്തിൻ്റെ നമുക്ക് സിമ്പൽ അറിയാം, Mg. ഓക്സിജൻ O2. മെഗ്നീഷ്യം ഓക്സൈഡ് MgO. അത് നമ്മൾ റോ ഇക്വേഷൻ്റെ ഫോമിൽ എഴുതി. അപ്പോൾ സ്റ്റെപ്പ് 1. ഇനി നമ്മൾ ഇത് ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ എന്ന് ആദ്യം നോക്കുക. ഇത് Mg, ലെഫ്റ്റ് സൈഡിൽ ഒരു Mg, റൈറ്റ് സൈഡിലും ഒരു Mg. Mgയുടെ കേസ് ബാലൻസ്ഡ് ആണ്. ഓക്സിജൻ ബാലൻസ്ഡ് അല്ല, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ 2 കൊടുത്തിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ നമുക്ക് 2 കൊടുത്തിട്ട് ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ ട്രൈ ചെയ്യാം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ബാലൻസിങ് ബാക്കി മെഗ്നീഷ്യത്തിൻ്റെയും ഓക്സിജൻ്റെയും ബാലൻസിങ് ഒന്നും കൂടി നോക്കൂ. ഇവിടെ Mg 1 ആണ് ഉള്ളത്, റൈറ്റ് സൈഡിൽ 2 Mg ഉണ്ട്. അപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ ബാലൻസ് പോയി. ഓക്സിജൻ ആണെങ്കിൽ ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. ഓക്സിജൻ്റെ ബാലൻസ് വന്നു, മെഗ്നീഷ്യത്തിൻ്റെ ബാലൻസ് പോയി. ഇനി ഇവിടെ 2 Mg ഉള്ളത് ഈ ബാലൻസ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒരു 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ മെഗ്നീഷ്യവും ബാലൻസ്ഡ് ആയി വരില്ലേ. അതാണ് അടുത്ത സ്റ്റെപ്പ്. 2 Mg പ്ലസ് O2 ഗീവ്സ് 2 MgO. അപ്പോൾ 2 Mg ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ, 2 Mg റൈറ്റ് സൈഡിലും. ഓക്സിജൻ 2 ഇവിടെയുണ്ട്, ഓക്സിജൻ 2 ഇവിടെയുണ്ട്. അപ്പോൾ ടോട്ടലി Mgയും Oയും ഓക്സിജനും 2 പ്രോഡക്ട്സ് ആൻഡ് റിയാക്റ്റൻറ്റ് സൈഡിൽ ബാലൻസ്ഡ് ആയി. ഇതാണ് ഇതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. 2 Mg പ്ലസ് O2 ഗീവ്സ് 2 MgO. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ ഗീവ്സ് ഹൈഡ്രജൻ ക്ലോറൈഡ്. അതിന് നമുക്ക് ഇക്വേഷൻ എഴുതാം. ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ, ഹൈഡ്രജൻ ക്ലോറൈഡ്. H2 പ്ലസ് Cl2 ഗീവ്സ് HCl. ബാലൻസിങ് ആണോ? ഇവിടെ H2 ഉണ്ട്, ബട്ട് ഇവിടെ 1 ഉള്ളൂ. ക്ലോറിൻ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ബാലൻസ് ഇല്ല. ആദ്യം നമുക്ക് ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ ട്രൈ ചെയ്യാം. അപ്പോൾ H ഇവിടെ 2 ഉണ്ട്, അപ്പോൾ ഇവിടെ പ്രോഡക്റ്റിൽ നമ്മൾ 2 കൊടുത്തു നോക്കുമ്പോൾ ഹൈഡ്രജൻ്റെ ബാലൻസ് കിട്ടി. ഇനി ക്ലോറിൻ ലെഫ്റ്റ് സൈഡിൽ 2 ഉണ്ട്, ഈ 2 ഇവിടെ കൊടുത്തപ്പോൾ ക്ലോറിനും ഈ 2 ആയിട്ട് കിട്ടിയല്ലോ. അപ്പോൾ ക്ലോറിൻ 2 ആയി, ഹൈഡ്രജനും 2 ആയി. അപ്പോൾ ഈ സ്റ്റെപ്പിൽ വെച്ച് തന്നെ ഇത് ബാലൻസ്ഡ് ആയി. അപ്പോൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ H2 പ്ലസ് Cl2 ഗീവ്സ് 2 HCl. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ ക്ലാസുകൾ പബ്ലിഷ് ചെയ്യുവാൻ ഞങ്ങൾക്കത് പ്രചോദനമാകും. Question. Write the balanced chemical equations for the given chemical equations. Question. Zinc plus hydrochloric acid gives zinc chloride plus hydrogen. നമുക്ക് ഇക്വേഷൻ എടുത്ത് എഴുതാം. സ്റ്റെപ്പ് 1. Zn plus HCl gives ZnCl2 plus H2. ഇവിടെ ബാലൻസിങ് എങ്ങനെയാണെന്ന് നോക്കൂ. ലെഫ്റ്റ് സൈഡിൽ ഒരു സിങ്ക് ഉണ്ട്, റൈറ്റ് സൈഡിലും അത് ബാലൻസിങ് ആണ്. ഇവിടെ ഒരു H ഉണ്ട്, ഇവിടെ H2. ഹൈഡ്രജൻ്റെ ബാലൻസ് ഇല്ല. ഒരു Cl ഉണ്ട്, ഇവിടെ 2 Cl ഉണ്ട്. അപ്പോൾ ഹൈഡ്രജനും ക്ലോറിനും ബാലൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഹൈഡ്രജൻ്റെയോ ക്ലോറിൻ്റെയോ അത് രണ്ടിലും 2 തന്നെ ഉണ്ടല്ലോ. ഇവിടെ നമ്മളൊരു 2 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 ലെഫ്റ്റ് സൈഡിൽ 2H വരും, റൈറ്റ് സൈഡിൽ H2 ആണ്, അവിടെ 2 ഉണ്ട്, 2 ആറ്റംസ് ഉണ്ട്, അത് ബാലൻസ് ചെയ്ത് കിട്ടും. ക്ലോറിനും ഇവിടെ 2 ആയി, ഇവിടെയും റൈറ്റ് സൈഡിലും 2 ക്ലോറിൻ ആറ്റമാണ് ഉള്ളത്, അതും ബാലൻസ് ചെയ്ത് കിട്ടി. അപ്പോൾ Zn ബാലൻസ് അല്ലേന്ന് ഒന്നും കൂടി എൻഷുർ ചെയ്ത് ഇവിടെയും Zn 1
ഇവിടെയും 1, അതിൻ്റെ ബാലൻസ് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ റീച്ച് ചെയ്തു. Zn plus 2HCl gives ZnCl2 plus H2. Next question, aluminum plus oxygen give aluminum oxide. Equation എടുത്ത് എഴുതാം. Aluminium Al plus oxygen O2 gives Al2O3. അലുമിനിയം ഓക്സൈഡിൻ്റെ കെമിക്കൽ നെയിം Al2O3 എന്നാണ്. ബാലൻസിങ് നോക്കൂ. Al ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ഇവിടെ ഓക്സിജൻ 2 ആണ് ലെഫ്റ്റ് സൈഡിൽ, റിയാക്ടൻറ്റ് സൈഡിലുള്ളത്. ഇവിടെ 3 ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓക്സിജനെ നമുക്ക് 3 ആക്കാം. ഇത് ഇവിടെ 2ഉം ഇവിടെ 3ഉം. അപ്പോൾ നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്തെടുക്കുന്നതിന് എളുപ്പവഴി ഈ 3 ഇവിടെ വെച്ചിട്ട് നമുക്ക് 3 ആണ് ഇവിടെ ഇത് കൊടുക്കുന്നത്. എളുപ്പത്തിൽ നമുക്ക് ബാലൻസിങ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3O2 ഇത് കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് ബാലൻസിൻ്റെ സിറ്റുവേഷൻ നോക്കൂ. Al ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ 2 ഉണ്ട്. അതിനെ നമുക്ക് ബാലൻസ് ചെയ്യണം. ഇനി ഓക്സിജൻ്റെ കേസിൽ ഇവിടെ 3 × 2 6 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പോൾ ഓക്സിജനും ബാലൻസ് ആയിട്ടില്ല, ഒന്നും ഈ സ്റ്റെപ്പ് വഴിയിട്ട് ബാലൻസ് ആയിട്ടില്ല. ഇനി ഇവിടെ ഓക്സിജൻ 6 ഉണ്ട്, ഇവിടെ ഓക്സിജൻ 3 ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഈ ഓക്സിജനെ ബാലൻസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു 2 കൊടുക്കാമല്ലോ. അതാണ് ഈ സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാത്തിൻ്റെയും ബാലൻസിങ് ഒന്ന് നോക്കൂ. Al ഇവിടെ 1 ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ 4 ഉണ്ട്. അത് നമുക്ക് പിന്നെ ബാലൻസ് ചെയ്യണം. ഇത് 3O2 ആണ്, അതായത് 6 ഉണ്ട്, ഓക്സിജൻ 6 ഉണ്ട്. അപ്പോൾ ഓക്സിജൻ്റെത് ബാലൻസ് ആയി വന്നു. ഈ അലുമിനിയത്തിൻ്റെത് ഇവിടെ 2 × 2 4 ആണ് പ്രോഡക്റ്റ് സൈഡിലുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ 4 കൊടുത്തിട്ടുണ്ടെങ്കിൽ 4Al plus 3O2 gives 2Al2O3. ബാലൻസ് ആയില്ലേ? അലുമിനിയം സൈഡും 4 ആയി, ഇവിടെ 4 ആയി. ഓക്സിജൻ 6 ആയി, ഇവിടെയും ഓക്സിജൻ 6 ആയി. അപ്പോൾ ടോട്ടലി ബാലൻസ്ഡ് ആയി. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ 4Al plus 3O2 gives 2Al2O3. നമ്മൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആദ്യം റോ ഇക്വേഷൻ എഴുതുക. ഒരു ആറ്റം നമ്മൾ ബാലൻസ് ചെയ്ത് വരിക. അത് ബാലൻസ് ചെയ്ത് വരുമ്പോഴേക്കും കെമിക്കൽ ഇക്വേഷൻ ടോട്ടലി കംപ്ലീറ്റ് ആയിട്ട് ബാലൻസിലേക്ക് വന്നിട്ടുണ്ടോ, അതോ ഓൾറെഡി നമ്മൾ ബാലൻസ് ചെയ്ത് വെച്ചിരുന്ന ഏതെങ്കിലും എലമെൻറ്റിൻ്റെ ബാലൻസ് പോയിട്ടുണ്ടോ, അതൊക്കെ വെരിഫൈ ചെയ്തിട്ട് വീണ്ടും അടുത്ത എലമെൻറ്റിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ട്രയൽ, ആ സ്റ്റെപ്പ് പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മളൊരു ഫൈനലി ഒരു ബാലൻസ്ഡ് സ്റ്റേജിലേക്ക് എത്തണം. Balance chemical equation. Question, H2 plus I2 gives HI. ഇവിടെ നമുക്ക് പ്ലെയിൻ ഇംഗ്ലീഷിലല്ല, ഒരു റോ ഇക്വേഷൻ തന്നെ തന്നിട്ടുണ്ട്. അത് ബാലൻസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. നമുക്ക് റോ ഇക്വേഷനെ നമ്മൾ എങ്ങനെ ഫ്രെയിം ചെയ്യാമെന്നുള്ള തലപോയിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനെ ആറ്റംസിന് ഇനി ബാലൻസ് മാത്രം ചെയ്താൽ മതി. ഇക്വേഷൻ എടുത്തെഴുതി. H2 plus I2 gives HI. ഇപ്പോൾ ഇക്വേഷൻ ഇവിടെ H2 ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജനേ ഉള്ളൂ. ഇവിടെ അയഡിൻ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ രണ്ട് സൈഡിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ പ്രോഡക്റ്റ് സൈഡിലും റിയാക്ടൻറ്റ് സൈഡിലും 2 വരും, അയഡിനും 2 ആകും. അപ്പോൾ ഇത് ബാലൻസ് ആയി കിട്ടും. ഈ ഒരു സ്റ്റെപ്പോട് കൂടി തന്നെ നമ്മളൊരു ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് മാറി. ചില ഇക്വേഷൻസ് ഡയറക്റ്റ്ലി മിനിമൽ സ്റ്റെപ്പിൽ തന്നെ ബാലൻസിങ് വരും, ചിലത് ഒരു 2-3 സ്റ്റെപ്പ് പ്രൊസീഡ് ചെയ്ത് ബാലൻസിങ് കറക്റ്റ് ചെയ്താലാണ് ബാലൻസ് സിറ്റുവേഷനിലേക്ക് ആവുള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Mg plus HCl gives MgCl2 plus H2. നമ്മൾ റോ ഇക്വേഷൻ എടുത്തെഴുതി നോക്കി. Mg ഇവിടെ ഇത് ബാലൻസ്ഡ് ആണ്, ഹൈഡ്രജൻ ഇവിടെ ഒരെണ്ണം ഉണ്ട്, ബട്ട് ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ബാലൻസ് ഇല്ല. ക്ലോറിനും ഇവിടെ 1 ഉള്ളൂ, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഒരു 2 കൊടുത്താൽ തന്നെ കുറച്ച് ബാലൻസിങ് നടക്കുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ 2 കൊടുത്തു ഇവിടെ. അപ്പോൾ നോക്കി, Mg ബാലൻസ്ഡ് ആണ്, ക്ലോറിൻ ഇവിടെ 2 ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിലും 2 ഉണ്ട്, ഹൈഡ്രജൻ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ഇതാണ് ബാലൻസ് സ്റ്റേജിലായി. ദെൻ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ Mg plus 2HCl gives MgCl2 plus H2. Balance the given chemical equation. Question, Na plus H2O gives NaOH plus H2. ഇക്വേഷൻ എടുത്തെഴുതി നമ്മൾ ബാലൻസിങ് നോക്കി. Na ബാലൻസ് ആണ്, ഹൈഡ്രജൻ റിയാക്ടൻറ്റ് സൈഡിൽ 2 ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ ടോട്ടലി 3 ഉണ്ട്.
അവിടെ ബാലൻസ് ഇല്ല. ദെൻ ഓക്സിജൻ ബാലൻസ്ഡ് ആണ്, ഇവിടെയും 1 ഉണ്ട് ഇവിടെയും 1 ഉണ്ട്. നമുക്ക് ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കാം. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. നമുക്ക് ഇതിനെ 2 ആക്കി കഴിഞ്ഞാൽ ഇതിനെ ഒരു ഈവൻ നമ്പറിലേക്കായിട്ട് നമുക്ക് എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഇത് 2 കൊടുത്തിട്ട് നമ്മൾ ഓരോന്നിൻ്റെയും നോക്കി Na+H2O. അപ്പോൾ ഇവിടെ H2 2 H2 ഉണ്ട്, ഇവിടെ 2 + 2 ഹൈഡ്രജൻ്റെത്. അപ്പോൾ ടോട്ടലി 4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഹൈഡ്രജനെ ഇവിടെ ഒരു 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജനെ ബാലൻസ് ചെയ്ത് കിട്ടുമല്ലോ. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. Na+2H2O gives 2NaOH + H2. എന്നിട്ട് ബാലൻസ് നോക്കൂ. Na ബാലൻസ് അല്ല, ഇവിടെ 1 ഉണ്ട് ഇവിടെ 2. ഇവിടെ ഹൈഡ്രജൻ 4 ഉണ്ട്, ഇവിടെ 2 + 2 ഹൈഡ്രജൻ ബാലൻസ് ചെയ്ത് വന്നു. ഓക്സിജൻ ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, ഓക്സിജൻ ബാലൻസ് ചെയ്തു. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാനുള്ളത് Na മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു Na ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ Na നമുക്കിവിടെ 2 ആക്കി കഴിഞ്ഞാൽ ടോട്ടലി ബാലൻസ് ആവും. 2Na. 4 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ 2 + 2 4 ഉണ്ട്, ഓക്സിജൻ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. അപ്പോൾ 3 എലമെൻസും ബാലൻസ്ഡ് ആയി. അപ്പോൾ നമുക്ക് ബാലൻസ് ഇക്വേഷൻ എഴുതാം. 2Na + 2H2O gives 2NaOH + H2. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് റെഡോക്സ് റിയാക്ഷൻസ് എന്നാണ്. റെഡോക്സ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് റെഡോക്സ് റിയാക്ഷൻ. റെഡോക്സ് റിയാക്ഷൻസിൽ 2 പാർട്ടുണ്ട്, ഓക്സിഡേഷൻ റിയാക്ഷനും റിഡക്ഷൻ റിയാക്ഷൻസും. നമുക്ക് 1 by 1 ഫസ്റ്റ് ഓക്സിഡേഷൻ റിയാക്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുക, ദെൻ റിഡക്ഷൻ റിയാക്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ടാണ് നമ്മൾ റെഡോക്സ് റിയാക്ഷൻസിലേക്ക് മൂവ് ചെയ്യുന്നത്. പേടിക്കേണ്ട, ഓക്സിഡേഷൻ റിയാക്ഷനും റിഡക്ഷൻ റിയാക്ഷൻസും അതൊന്നും പുതിയ കാര്യമല്ല. നമ്മൾ കെമിക്കൽ ബോണ്ടിങ് ചാപ്റ്ററിൽ അയോണിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്ന റിയാക്ഷൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് മാത്രമാണ് ഈ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്താണ്, റിഡക്ഷൻ റിയാക്ഷൻസ് എന്താണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നോക്കാം, ഓക്സിഡേഷൻ റിയാക്ഷൻ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ റിയാക്ഷൻ? എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. ഇതൊരു വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ശരിക്കും മനസ്സിലാക്കണം. ഈ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ, അതിൽ ഇലക്ട്രോൺസ് ലൂസ് ആയി വരുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ലോസ് ഓഫ് ഇലക്ട്രോൺസ്. കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഓക്സിഡേഷൻ റിയാക്ഷൻസ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ ഒരു ആറ്റം ഇലക്ട്രോൺസ് ലൂസ് ചെയ്യും, മറ്റേ ആറ്റം ആ ഇലക്ട്രോൺസ് ആക്സെപ്റ്റ് ചെയ്യും, ബോണ്ട് ഫോം ചെയ്ത് കോമ്പൗണ്ട് ഉണ്ടാകും. അതിൽ ഒരു ആറ്റം ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്ന ആറ്റം, അതിന് സംഭവിക്കുന്ന കെമിക്കൽ റിയാക്ഷനെയാണ് ഈ ഓക്സിഡേഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇതൊരു പുതിയ കാര്യമല്ല, നമ്മൾ കെമിക്കൽ ബോണ്ടിങ് ചാപ്റ്ററിൽ പഠിച്ച അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. ഇത് ഒരു ആറ്റം അതിന് ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുമ്പോൾ ഉള്ളതാണ്. അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ ലോസ് ഓഫ് ഇലക്ട്രോണിനെയാണ് ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഡിയത്തിൻ്റെത് 11 ആണ് അതിൻ്റെ ആറ്റമിക് നമ്പർ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 ആണ്. ഔട്ടർ ബോണ്ട് ഇലക്ട്രോൺ 1 ആണ്. സോഡിയം എപ്പോഴും റിയാക്ഷൻസിൽ ഏർപ്പെടുമ്പോൾ ഈ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്ത് ഇലക്ട്രോൺ ലൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോഡിയം Na ആൻഡ് ക്ലോറിൻ Cl കമ്പൈൻ ടു ഫോം സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുമ്പോൾ സോഡിയം ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്നു. ആ കൈൻഡ് ഓഫ് ഇത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സോഡിയം ഇത് ക്ലോറിൻ, സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്ത് കഴിയുമ്പോൾ സോഡിയം ഒരു പ്ലസ് അയോൺ ആയിട്ട് വരും. ആ റിയാക്ഷൻസിനെയാണ് ഓക്സിഡേഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇതൊരു പുതിയ കാര്യമല്ല. അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോഴുള്ള ആ ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിനാണ് നമ്മൾ പറയുന്നത് ഓക്സിഡേഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. സോഡിയം ആറ്റം loses an electron and becomes positively charged Na+ ion. അതുകൊണ്ട് ഇവിടെ നമ്മൾ പറയും സോഡിയം അണ്ടർഗോ ഓക്സിഡേഷൻ. ഈ സോഡിയത്തിന് നടക്കുന്ന ആ കെമിക്കൽ റിയാക്ഷൻ, ആ ഭാഗമാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ റിഡക്ഷൻ റിയാക്ഷൻ? എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓക്സിഡേഷൻ റിയാക്ഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് റിഡക്ഷൻ റിയാക്ഷൻ.
ഓക്സിഡേഷൻ റിയാക്ഷൻ ലൂസ് ഓഫ് ഇലക്ട്രോൺ ആണെന്ന് പറഞ്ഞു. റിഡക്ഷൻ റിയാക്ഷൻ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. നമ്മൾ അയണിക് ബോണ്ട് ഫോം ചെയ്യുന്ന കേസിൽ ഒരു ആറ്റം ലൂസ് ചെയ്യും, ഒരു ആറ്റം ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും. ഈ ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത ആ ആറ്റത്തിന് നടക്കുന്ന റിയാക്ഷനെയാണ് നമ്മൾ റിഡക്ഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇതും പുതിയ കാര്യമല്ല. നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാം. കെമിക്കൽ reactions involving gain of electrons are called reduction reactions. Reduction is defined as gain of electrons. അതായത് ഒരു ആറ്റം അതിനകത്തേക്ക് ഒരു ഇലക്ട്രോൺ വരുന്നതിന് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസിനെ നമ്മൾ പറയുന്നതാണ് റിഡക്ഷൻ റിയാക്ഷൻ. നമ്മൾ സെയിം എക്സാമ്പിൾ, സോഡിയം ആൻഡ് ക്ലോറിൻ കമ്പൈൻ ടു ഫോം സോഡിയം ക്ലോറൈഡ്. ക്ലോറിൻ്റെത് ആറ്റമിക് നമ്പർ 17 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ആണുള്ളത്. ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാനാണ് ക്ലോറിൻ്റെ ടെൻഡൻസി. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന കൂട്ടത്തിലുള്ളതാണ് ഈ ക്ലോറിൻ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ക്ലോറിൻ ഒരു ഇലക്ട്രോണും കൂടി ആക്സെപ്റ്റ് ചെയ്തിട്ട് Cl- ഫോമിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ക്ലോറിന് സംഭവിക്കുന്നതാണ് റിഡക്ഷൻ റിയാക്ഷൻ. ക്ലോറിൻ ആറ്റം gains an electron and becomes negatively charged Cl- ion. Chlorine undergo reduction. NaClന്റെ കേസ് നമ്മൾ പറയുമ്പോൾ സോഡിയത്തിന് ഇലക്ട്രോൺ ലൂസ് ചെയ്ത് കഴിയുമ്പോൾ സോഡിയത്തിന് ഓക്സിഡേഷൻ സംഭവിക്കും. ക്ലോറിൻ ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് കഴിയുന്നത് കാരണം ക്ലോറിന് റിഡക്ഷൻ സംഭവിക്കും. അത്രയേ ഉള്ളൂ ഓക്സിഡേഷനും റിഡക്ഷനും റിയാക്ഷൻസ്. ക്വസ്റ്റ്യൻ: ഡിസ്ക്രൈബ് ദ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമേഷനിലുള്ള ഓക്സിഡേഷനും റിഡക്ഷനും റിയാക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോഡിയം Na ആൻഡ് ക്ലോറിൻ Cl കമ്പൈൻ ടു ഫോം സോഡിയം ക്ലോറൈഡ്. അതിൻ്റെ റിയാക്ഷൻസ് നമുക്കറിയാം. 2Na+ Cl2 gives 2NaCl. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടതാണ്, സോഡിയം ക്ലോറിൻ എന്ന് പറയുമ്പോൾ തന്നെ ആറ്റമിക് നമ്പറും അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ നമ്മളുടെ മനസ്സിൽ ഓടി വരണം. ഈക്വേഷൻ 2Na+ Cl2 gives 2NaCl. അതാണ് ഈ സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമേഷനിലുള്ള ഇക്വേഷൻ. ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് ഓക്സിഡേഷനും റിഡക്ഷനും എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോഡിയം Na undergo oxidation because sodium loses one electron and it becomes positively charged Na+ ion. സോഡിയത്തിന് ഒരു ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഈ ഇലക്ട്രോൺ ലൂസ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. സോഡിയത്തിന് ഒരു സോഡിയം Na+ ഒരു ഇലക്ട്രോണുമായിട്ട് മാറി. അതായത് ഒരു ഇലക്ട്രോൺ ഇതിനെ ഡൊണേറ്റ് ചെയ്ത് Na+ലേക്ക് മാറി. അത് ആണ് സോഡിയത്തിന് സംഭവിക്കുന്നതാണ് ഓക്സിഡേഷൻ. നമ്മൾ പറഞ്ഞ ലൂസ് ഓഫ് ഇലക്ട്രോൺ ആണ് ഓക്സിഡേഷൻ. സോഡിയം Na ലെവലിൽ നിന്ന് Na+ലേക്ക് മാറി, ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ട്. അപ്പോൾ സോഡിയത്തിന് സംഭവിക്കുന്നത് ഓക്സിഡേഷൻ. ഇനി ക്ലോറിൻ്റെ കേസിൽ ഈ സോഡിയം കൊടുത്ത ഈ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുകയാണ് ക്ലോറിൻ ചെയ്യുന്നത്. ക്ലോറിൻ അണ്ടർഗോ റിഡക്ഷൻ. ക്ലോറിൻ ഗെയിൻസ് ദാറ്റ് ഇലക്ട്രോൺ ആൻഡ് ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്ഡ് Cl- ion. ക്ലോറിന് സംഭവിക്കുന്നത് ഈ ക്ലോറിൻ ഈ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് Cl- ion ആകുന്നു. അപ്പോൾ ക്ലോറിന് സംഭവിക്കുന്ന ഈ റിയാക്ഷനാണ് റിഡക്ഷൻ റിയാക്ഷൻ. ഈ Na+ഉം ഈ Cl- ഈ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് NaCl എന്നുള്ള അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ: ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻസ് generally metals undergo oxidation and non-metals undergo reduction. Give some examples for oxidation and reduction reactions. നമുക്കറിയാം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. മെറ്റൽസ് മെയിൻലി അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ മിനിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുന്നത്. അത് അതിൻ്റെ ടെൻഡൻസി അത് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസിലേക്ക് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറച്ച് എക്സാമ്പിൾ ഉണ്ട്, നമ്മൾ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ആഡ് ചെയ്തിരിക്കുന്നു. കെ ഒരു മെറ്റൽ, അത് K+ ആയിട്ട് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുക. സിമിലർലി കാൽഷ്യം, മെഗ്നീഷ്യം, സിങ്ക്, Al അതെല്ലാം ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്തിട്ട് ഒരു പോസിറ്റീവ് ചാർജ് അയോൺസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിനൊക്കെ ഓക്സിഡേഷനിലെ എക്സാമ്പിളിൽ പെടും. ഇനി നോൺ മെറ്റലിൻ്റെ കേസിൽ അത് ഇലക്ട്രോൺസ് ആക്സെപ്റ്റ് ചെയ്ത് നെഗറ്റീവ് അയോൺസ് ആയിട്ടുള്ള ടെൻഡൻസിയാണുള്ളത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിളാണ്
F+1 ഇലക്ട്രോൺ, അതായത് എഫ് എന്നുള്ള ആ എലമെന്റ് ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്ത് നെഗറ്റീവ് അയോണിലേക്ക് ഫോം ചെയ്യുന്നു. അങ്ങനെയുള്ളതാണ് റിഡക്ഷൻ. ഇത് റിഡക്ഷന്റെ എക്സാമ്പിൾ മെയിൻലി നോൺ മെറ്റൽസ് ആണ്. ഇത് ജസ്റ്റ് ഒരു റെഫറൻസ് ഗൈഡ് മാതിരി കൺസിഡർ ചെയ്താൽ മതി ഈ പേജ്. Question. Briefly explain the oxidation and reduction reactions in ions. അയോൺസിൻ്റെ കേസിലുള്ള ഓക്സിഡേഷനും റിഡക്ഷനും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് ഓക്സിഡേഷൻ പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺസും റിഡക്ഷൻ പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. അത് ആറ്റത്തിലും ഉള്ള ആ സെയിം സംഭവം തന്നെയാണ് ഈ അയോൺസിൻ്റെ കേസിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ കെ എന്നുള്ള ഒരു എലമെൻറ്റ് അത് ഓക്സിഡേഷൻ സംഭവിച്ചു, അതായത് ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്ത് അതൊരു കെ പ്ലസ് സ്റ്റേജിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഇതൊരു അയോൺ ആണ്. ഈ അയോൺ ഒരു ഇലക്ട്രോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ബാക്ക് ടു ന്യൂട്രൽ സ്റ്റേജിലേക്ക് വരാൻ പറ്റും. അതായത് പോസിറ്റീവ് അയോൺ ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് പറഞ്ഞാൽ റിഡക്ഷൻ. പോസിറ്റീവ് അയോണിനെ ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് റെഡ്യൂസ് ചെയ്താൽ അതിനെ ആറ്റത്തിൻ്റെ ലെവലിലേക്ക് മാറ്റാൻ പറ്റും. അതാണ് അയോൺസിൻ്റെ കേസിലുള്ള റിഡക്ഷൻ. അതുമാതിരി ഒരു നെഗറ്റീവ് അയോൺ Cl മൈനസ് എന്നുള്ള നെഗറ്റീവ് അയോൺ, അതിൽ ഈ എക്സ്ട്രാ ഇലക്ട്രോണിനെ നമ്മൾ ലോസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ബാക്ക് ടു Clലേക്ക് വരും. അതായത് ഇലക്ട്രോൺ ലോസ്, ഓക്സിഡേഷൻ. നെഗറ്റീവ് അയോൺസിനെ ഇലക്ട്രോൺ ലോസ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ആറ്റം ലെവലിലേക്ക് മാറും. അതാണ് അയോൺസിൻ്റെ കേസിലുള്ള ഓക്സിഡേഷൻ്റെ എക്സാമ്പിൾ. ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാം. Oxidation is defined as the loss of electrons. When negative ions lose electrons and change into atoms, such reactions are known as oxidation reactions. Example, I minus S2 minus. Reduction is defined as the gain of electrons. When a positive ion gains electrons and change back into atoms, such reactions are known as reduction reactions. Example, Ag plus Cu2 minus. Question. What is oxidizing agent? Explain with a suitable example. ഈ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വിശദമാക്കും. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റുമാണ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത കേസിൽ ഓക്സിഡേഷൻ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ലൂസ് ഓഫ് ഇലക്ട്രോൺ ആണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ഒരു എലമെൻറ്റിന് അതിന് ഓക്സിഡേഷൻ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അത് ഡൊണേറ്റ് ചെയ്യുന്ന ആ ഇലക്ട്രോൺ വേറൊരു എലമെൻറ്റ് സ്വീകരിക്കണം. എന്നാൽ മാത്രമാണ് ആ ആദ്യത്തെ എലമെൻറ്റിന് ഓക്സിഡേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് അതിനെ ഓക്സിഡേഷനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അടുത്തുള്ള ആ എലമെൻറ്റ്, അതിനെയാണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. നമ്മൾ NaClൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സോഡിയം ഓക്സിഡൈസ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ക്ലോറിനാണ്. സോഡിയം കൊടുക്കുന്ന ഇലക്ട്രോൺ എടുത്തത് ക്ലോറിനാണല്ലോ. അപ്പോൾ ക്ലോറിനാണ് ഇവിടെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാം. The species that supports oxidation in a chemical reaction is called the oxidizing agent. The oxidizing agent will be reduced in a chemical reaction. ഓക്സിഡേഷൻ സംഭവിക്കുന്ന എലമെൻറ്റ് ഡൊണേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ സ്വീകരിക്കുന്നത് ആ എലമെൻറ്റ് അത് ഇലക്ട്രോൺ റിസീവ് ചെയ്യുമ്പോൾ അതിന് റിഡക്ഷൻ സംഭവിക്കുമല്ലോ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിസീവ് ചെയ്യണ പ്രോസസ്സാണല്ലോ. അപ്പോൾ ഈ ഓക്സിഡൈസിങ് ഏജന്റ് അത് ഈ ഓക്സിഡേഷൻ മറ്റേ എലമെൻറ്റിന് സംഭവിക്കാൻ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് സ്വയം റിഡക്ഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഓക്സിഡൈസിങ് ഏജന്റ് വിൽ ബി റെഡ്യൂസ്ഡ് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ. ഇതൊരു പിക്ചർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യും. എക്സ് ആണ് ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്നത്, അപ്പോൾ എക്സിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നത് വൈ ആണ്, വൈക്കാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. ഈ വൈ ആണ് ഈ എക്സിനെ ഓക്സിഡേഷൻ സംഭവിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ വൈനെയാണ് നമ്മൾ പറയുന്നത് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന്. സോഡിയം ക്ലോറൈഡിൻ്റെ കേസിൽ സോഡിയമാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, ക്ലോറിനാണ് ആ ഇലക്ട്രോൺ എടുക്കുന്നത്, ക്ലോറിനാണ് ഈ കേസിലുള്ള oxidizing agent. Sodium undergo oxidation by losing electron. Chlorine receives that electron and support oxidation. അതുകൊണ്ട് ക്ലോറിനെയാണ് ഈ കേസിൽ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. Question. What is a reducing agent? Explain with a suitable example.
റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വിശദീകരിക്കുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഏത് എലമെന്റ് ആണ് ഒരു എലമെന്റിനെ റിഡക്ഷൻ അണ്ടർഗോ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്, അതിനെയാണ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസർ നമുക്ക് എഴുതാം. The species that facilitate reduction in a chemical reaction is called a reducing agent. ഒരു കെമിക്കൽ റിയാക്ഷൻസിൽ ഒരു എലമെന്റിനെ റിഡക്ഷനിൽ അണ്ടർഗോ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ്, അതിനെയാണ് നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഒരു റെഡ്യൂസിങ് ഏജന്റ് പറയുമ്പോൾ ഒരു റിഡക്ഷനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇലക്ട്രോൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു എലമെന്റ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യണമല്ലോ. ആ ഡൊണേറ്റ് ചെയ്ത ഇലക്ട്രോൺ ആണല്ലോ ഈ എലമെന്റിന് റിഡക്ഷൻ അണ്ടർഗോ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ എലമെന്റ്, ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന ആ എലമെന്റ്, അതാണ് നമ്മുടെ റെഡ്യൂസിങ് ഏജന്റ്. അത് ഇൻ ടേൺ അതിന് ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത്. അത് ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ടാണല്ലോ ഈ റിഡക്ഷനിൽ അണ്ടർഗോ ചെയ്യുന്ന എലമെന്റിന് ഡൊണേറ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ റെഡ്യൂസിങ് ഏജന്റ് ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഈ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എലമെന്റ് ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ട് ആ ഇലക്ട്രോൺ ഇവിടെ റിസീവ് ചെയ്യുന്ന എലമെന്റ് ആണ് Y. ഈ എലമെന്റ് റിസീവ് ചെയ്യുമ്പോൾ ഇതാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. ഇതിന് റിഡക്ഷൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത് ഈ എക്സ് ആണ്. എക്സ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത കാര്യം കൊണ്ടായിട്ടാണ് ഇതിന്റെ റിഡക്ഷൻ സംഭവിച്ചത്. അതുകൊണ്ട് ഈ എക്സിനെയാണ് പറയുന്നത് ഈ കേസിൽ റെഡ്യൂസിങ് ഏജന്റ്. ഈ എക്സിന് സംഭവിക്കുന്നത് ഓക്സിഡേഷനാണ്. ബിക്കോസ് അത് ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ട് ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത്. ഒരു NaClന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സോഡിയം ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. അത് ക്ലോറിൻ ആക്സെപ്റ്റ് ചെയ്ത് ക്ലോറിന് സംഭവിക്കുന്നത് റിഡക്ഷനാണ്, ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ട്. ഈ കേസിൽ സോഡിയമാണ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് ക്ലോറിന് റിഡക്ഷൻ നടക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സോഡിയമാണ് ഈ കേസിൽ റെഡ്യൂസിങ് ഏജന്റ്. ക്വസ്റ്റ്യൻ: അനലൈസ് ദ കെമിക്കൽ റിയാക്ഷൻസ് ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. 3 കെമിക്കൽ റിയാക്ഷൻസ് തന്നിട്ടുണ്ട്, ഒരു ടേബിളും തന്നിട്ടുണ്ട്. നമുക്ക് ടേബിളിനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഫിൽ ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റത്തെ ഇക്വേഷൻ Mg + F2 gives MgF2. ആ റോയിൽ നമുക്ക് ഓക്സിഡേഷൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. Mgക്കാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നതെന്നാണ് ഈ റിയാക്ഷനിൽ ഇവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട്. Mg gives Mg2+ and 2 ഇലക്ട്രോൺസ്. അപ്പോൾ Mgക്ക് ഓക്സിഡേഷൻ സംഭവിച്ചു, Fനായിരിക്കും റിഡക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റിഡക്ഷൻ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഈ F ഒരു ഇലക്ട്രോൺ എടുത്തിട്ട് F മൈനസ് ആകുക എന്നുള്ളതാണ് ഇതിൻ്റെ റിഡക്ഷൻ ഇക്വേഷൻ എഴുതി. ഇനി ഇവിടെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതെങ്ങനെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഓക്സിഡൈസിങ് ഏജന്റിന് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഈ ഓക്സിഡൈസിങ് ഏജന്റിന് അത് അണ്ടർഗോ റിഡക്ഷൻ ആണ്. ഇതിനകത്ത് റിഡക്ഷൻ നടന്നിരിക്കുന്നത് ഫ്ലൂറിനാണ്, അപ്പോൾ F ആണ്. റെഡ്യൂസിങ് ഏജന്റ് അത് ഓക്സിഡേഷനാണ് സംഭവിക്കുക. ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചിരിക്കുന്നത് Mgക്കാണ്. അപ്പോൾ Mg പോപ്പുലേറ്റ് ചെയ്ത് ഇവിടെ. ഇനി അടുത്തത് Ca + Cl2 gives CaCl2. അതിൻ്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ എഴുതാം. അതിനകത്ത് ക്ലോറിൻ റിഡക്ഷൻ ആണ്. അത് ക്ലോറിൻ എപ്പോഴും ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. കാൽഷ്യം ഓക്സിഡേഷൻ. അപ്പോൾ കാൽഷ്യം Ca becomes Ca2+ and 2 ഇലക്ട്രോൺസ്. കാൽഷ്യത്തിൻ്റെ വാലൻസ് 2 ആണെന്ന് നമുക്കറിയാം. Ca2+ഉം 2 ഇലക്ട്രോൺസ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്ത് വരും. ഇനി റിഡക്ഷൻ ഇക്വേഷൻ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി എന്താണ് ഓക്സിഡൈസിങ് ഏജന്റ്? ഇത് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് കാൽഷ്യത്തിനാണ്. അപ്പോൾ കാൽഷ്യം റെഡ്യൂസിങ് ഏജന്റ് ആണ്. റിഡക്ഷൻ സംഭവിക്കുന്നതാണ് ക്ലോറിന്, അതാണ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ ഇവിടെ വരേണ്ടത് Cl. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4Fe + 3O2 gives 2Fe2O3. ഇവിടെ ഓക്സിഡേഷൻ റിയാക്ഷൻ Feയുടെ തന്നിട്ടുണ്ട്. ഓക്സിജൻ ആണ് റിഡക്ഷൻ റിയാക്ഷൻ സംഭവിക്കുന്നത്. അത് O+ 2 ഇലക്ട്രോൺസ് ഗീവ് O2-. ഒരു ഓക്സിജൻ 2 ഇലക്ട്രോൺ എടുത്തിട്ട് ഓക്സിജന്റെ വാലൻസ് 2 ആണല്ലോ, 2- റിഡക്ഷൻ റിയാക്ഷൻ സംഭവിക്കും. Feക്കാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ Fe ആയിരിക്കണം നമ്മുടെ റെഡ്യൂസിങ് ഏജന്റ്. അത് പോപ്പുലേറ്റ് ചെയ്തു.
ഓക്സിഡൈസിങ് ഏജന്റ് ഇവിടെ പോപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്സിഡൈസിങ് ഏജന്റിന് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഈ കേസിൽ റിഡക്ഷൻ സംഭവിക്കുന്നത് ഓക്സിജൻ ആണ്. അപ്പോൾ നമ്മുടെ ടേബിൾ കംപ്ലീറ്റ് ഫില്ലായി. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഓക്സിഡേഷൻ നമ്പർ? ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് ഈ ചാപ്റ്ററിലുള്ളത്. ഈ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു അയോണിക് കോമ്പൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ ഇൻഡിവിജ്വൽ ആറ്റംസ്, അതിൽ ഈച്ച് ആറ്റത്തിന് വരുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കലായി അസൈൻ ചെയ്തിരിക്കുന്ന ഒരു ചാർജ്. ഫോർ എക്സാമ്പിൾ NaCl എടുക്കുകയാണെന്നുണ്ടെങ്കിൽ Na+ഉം Cl- കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് NaCl ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ Na+ എന്ന് പറയുന്നത് സോഡിയം ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്തുണ്ടായ അയോണാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ Na+ എന്ന് പറയുമ്പോൾ +1 ആണ് സോഡിയത്തിൻ്റെ ആ ഹൈപ്പോത്തറ്റിക്കൽ ചാർജ്. അത് ആ +1നെയാണ് സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ക്ലോറിൻ്റെ കേസിൽ ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്ത് Cl- അയോൺ ആയിട്ടാണ് ഈ കോമ്പൗണ്ടിൽ ഫോം ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ക്ലോറിൻ -1 എന്ന് പറഞ്ഞാൽ -1 ആണ് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാം. ദ ഓക്സിഡേഷൻ നമ്പർ ഓർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇറ്റ് ഷോസ് ദ ഹൈപ്പോത്തറ്റിക്കൽ ചാർജ് ഓഫ് ആൻ ആറ്റം ഇൻ എ കോമ്പൗണ്ട് ഇഫ് ഓൾ ദ ബോൺസ് ആർ ഫുള്ളി അയോണിക്. അയോണിക് കോമ്പൗണ്ടിൻ്റെ കേസിലാണ് നമുക്കിത് ഫുള്ളി ഈ ഹൈപ്പോത്തറ്റിക്കൽ ചാർജിൻ്റെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് അയോണിക് എന്ന് സ്പെസിഫിക് ആയിട്ട് ഇവിടെ കീവേഡ് കൊടുത്തിരിക്കുന്നത്. ഇനി ഓക്സിഡേഷൻ നമ്പർ ഓഫ് an atom reflects the number of electrons lost, gained or shared. NaClന്റെ കേസിൽ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. Naക്ക് ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്തപ്പോൾ +1 ആയി, ഗെയിൻ ചെയ്തപ്പോൾ ഓക്സിഡേഷൻ അത് മൈനസ് ആയി. ഇനി ഷെയർഡ് കേസ്, ഒരു എലമെൻറ്റിൻ്റെ കേസിൽ കോവലന്റ് കോമ്പൗണ്ടിൻ്റെ കേസിൽ ഷെയർഡ് ഇലക്ട്രോൺസ് ആണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ പറയുന്നത്. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് മേ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0. ഒരു എക്സാമ്പിൾ എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. NaCl. NaCl Na+1 ആണ്, Cl -1 ആണ്. അത് നമുക്ക് സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ്, ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്യാനാണ് സോഡിയത്തിൻ്റെ ടെൻഡൻസി. അത് +1 ചാർജിലേക്ക് പോകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈ NaCl +1 ആണെന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കുന്നത്. ക്ലോറിൻ ഒരു ഇലക്ട്രോൺ ഒക്ടറ്റ് കംപ്ലീഷന് കുറവാണ്, അത് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാനാണ് ക്ലോറിൻ്റെ ടെൻഡൻസി. അതുകൊണ്ട് ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് Cl- ആയി എന്ന് കാണിക്കാൻ വേണ്ടിയാണ് Cl -1. ഈ NaClന്റെ കേസിൽ ക്ലോറിൻ്റെ വാലൻസി -1 എന്നാണ്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സോഡിയം ഈസ് +1, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ ഈസ് -1. ഈ ടേബിളിൽ നമ്മൾ ഒരു ഓക്സിഡേഷൻ നമ്പർ ഓഫ് കുറച്ച് എലമെൻസിൻ്റെ കാണിച്ചിരിക്കുന്നു, ജസ്റ്റ് ഫോർ റെഫറൻസ്. ക്വസ്റ്റ്യൻ, what is the oxidation number of nitrogen in HNO3 and HNO2? ഇതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്, ക്ലിയർ ആയിട്ട് നമ്മളത് മനസ്സിലാക്കണം. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് നൈട്രജൻ ആണ് നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ജനറൽ കേസിൽ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണെന്ന് അറിയാം, ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണെന്നുള്ളത് അറിയാം. അതെല്ലാം നമ്മൾ മെമ്മറിയിൽ ഉണ്ടായിരിക്കണം. ഇനി നൈട്രജൻ്റെ നമുക്ക് ഇല്ല, പക്ഷേ നമുക്ക് ഒരു ഇൻഫർമേഷനും കൂടിയുണ്ട്. ഈ കോമ്പൗണ്ടിലെ ടോട്ടൽ ചാർജ് 0 ആണ്. അതായത് ഹൈഡ്രജൻ്റെയും നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും കൂടി ചാർജ് സം ചെയ്താൽ 0 കിട്ടും. ഇപ്പോൾ രണ്ടെണ്ണം നമുക്കറിയാം, ഒരെണ്ണം മാത്രമാണ് നമുക്ക് അറിയില്ലാത്തത്. അപ്പോൾ നമുക്ക് ടോട്ടൽ കാൽക്കുലേഷൻ ചെയ്തിട്ട് നൈട്രജൻ്റെത് നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് നൈട്രജൻ ഇൻ HNO3. അപ്പോൾ നമുക്ക് ആദ്യം അറിയാവുന്ന ഇൻഫർമേഷൻ എടുത്തെഴുതി. ഹൈഡ്രജൻ്റെത് +1 ആണ് ഓക്സിഡേഷൻ നമ്പർ, ഓക്സിജൻ്റെത് -2 ആണ്. പിന്നെ അടുത്ത ഇൻഫർമേഷൻ നമുക്ക് അറിയുന്നത് സം ഓഫ് ഓൾ ഓക്സിഡേഷൻ നമ്പേഴ്സ്, അത് 0 ആണ്. അത് ഇത് ചാർജ് എല്ലാത്തിൻ്റെയും കൂടി സം ചെയ്യുമ്പോൾ 0 കിട്ടും. ഇതിൽ നിന്നാണ് നമ്മൾ നൈട്രജൻ്റെ കണ്ടുപിടിക്കുന്നത്. ആദ്യം X ആണ് നൈട്രജൻ്റെ എന്ന് അസ്യൂം ചെയ്തു. നമുക്ക് ഇക്വേഷൻസ് വെച്ചിട്ട് എഴുതാം. ഹൈഡ്രജൻ്റെ ചാർജ് +1 പ്ലസ് നൈട്രജൻ്റെ ചാർജ് നമുക്കറിയില്ല, അത് X എന്ന് നമുക്ക് എടുത്തു, പ്ലസ് ഓക്സിജൻ്റെത് -2 ആണ്. നമുക്ക് 3 ഓക്സിജൻ ഉണ്ട്, അപ്പോൾ 3 × -2 ആണ് ഓക്സിജൻ്റെ ചാർജ് വരുന്നത്. ഇത് ടോട്ടൽ ചെയ്ത് വരുമ്പോൾ X - 5 = 0. സോ X = 5. X എന്ന് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് നൈട്രജൻ ആണ്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഓഫ് നൈട്രജൻ ഈസ് 5 ഇൻ ദിസ് HNO3 കോമ്പൗണ്ട്. ഇനി നെക്സ്റ്റ് കാണാൻ പറഞ്ഞിരിക്കുന്നത് HNO2-ൽ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് കണ്ടുപിടിക്കുന്നത്. സിമിലർ വേയിൽ നമുക്ക് ഇക്വേഷൻ ഇവിടെ എഴുതാം. സം ഓഫ് ഒരു ഹൈഡ്രജൻ
ഒരു നൈട്രജൻ, 2 ഓക്സിജൻ. ഇവിടെ HNO2ൽ 2 ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സമ്മാണ് 0 എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഇനി ഹൈഡ്രജൻ്റെ +1, നൈട്രജൻ്റെ +X, ഓക്സിജൻ 2 × -2. ഒരു രണ്ട് ഓക്സിജൻ ആറ്റം ഉള്ളത് കാരണം 2 × -2. അപ്പോൾ x - 3 = 0. സോ x = 3. ഓക്സിഡേഷൻ നമ്പർ ഓഫ് നൈട്രജൻ ഇൻ HNO2 is 3. Question: What is the oxidation number of chromium in potassium dichromate and also in Cr2O3? ഈ രണ്ട് കോമ്പൗണ്ടിലും ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റത്തെ K2Cr2O7. നമുക്കറിയാം ടോട്ടൽ ചാർജ് 0 ആയിട്ട് ഇരിക്കും. അപ്പോൾ പൊട്ടാഷ്യത്തിൻ്റെയും ഓക്സിജൻ്റെയും ഓക്സിഡേഷൻ നമ്പർ നമുക്ക് അറിവുണ്ടായിരിക്കണം. അത് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പൊട്ടാഷ്യം അതിൽ 19 ആണ് അതിൻ്റെ ആറ്റമിക് നമ്പർ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2881 ആണ്. ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ട് +1 ചാർജിലേക്കാണ് അത് മാറാനുള്ള ടെൻഡൻസി. അങ്ങനെ പൊട്ടാഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്സിജൻ്റെ 8 ആണ് ആറ്റമിക് നമ്പർ. 6 ആണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ. 2 മോർ ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്ത് -2 ആണ് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ഈ രണ്ട് ഇൻഫർമേഷനും അറിയാം. ഇനി ക്രോമിയത്തിൻ്റെ നമ്മൾ X ആണ് അസ്യൂം ചെയ്തിട്ട് ടോട്ടൽ സം 0 ആണെന്ന് ഉള്ള ആ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പോകുന്നത്. സം ഓഫ് ഓക്സിഡേഷൻ നമ്പേഴ്സ് ഓഫ് 2 പൊട്ടാഷ്യം, 2 ക്രോമിയം, 7 ഓക്സിജൻ, അതാണ് നമ്മൾ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നത്. 2 × +1 then 2 × X, ക്രോമിയം 2 ഉണ്ട്, 2 × X + 7 × -2. ഇതിൻ്റെ സമ്മാണ് 0യിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് x = 6 എന്ന് കിട്ടി ഈ കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം ഇൻ K2Cr2O7 ഈസ് +6. നെക്സ്റ്റ് നമുക്ക് കണ്ടത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം ഇൻ Cr2O3. ഇവിടെ 2 ക്രോമിയത്തിൻ്റെയും 3 ഓക്സിജൻ്റെയും സമ്മാണ് 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്രോമിയത്തിൻ്റെ നമ്മൾ x ആയിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. 2x + 3 × ഓക്സിജൻ്റെത് -2. That is 2x - 6 = 0. So x = 3. Oxidation number of chromium in Cr2O3 is 3. അപ്പോൾ ഈ രണ്ട് കോമ്പൗണ്ടിലും ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ +6ഉം +3 എന്നും കിട്ടി. Question: What is the oxidation number of manganese Mn in 3 compounds? MnO2, Mn2O7 and KMnO4. ഈ 3 കോമ്പൗണ്ടിലും മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സിമിലർ വേയിലുള്ള എക്സാമ്പിളാണ്. ഇവിടെ മാംഗനീസിൻ്റെ നമ്മൾ X ആയിട്ട് എടുക്കും. ഇനി പൊട്ടാഷ്യത്തിൻ്റെയും ഓക്സിജൻ്റെയും നമ്മുടെ ഓക്സിഡേഷൻ നമ്പർ അറിയുന്ന ഇൻഫർമേഷനാണ്. സമ്മ് 0 ആണെന്ന് നമുക്കറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റിൽ എക്സ്, ഇതിനകത്ത് ഒരു മാംഗനീസും 2 ഓക്സിജനുമാണ് ആദ്യത്തെ MnO2യിലുള്ളത്. അപ്പോൾ നമ്മളത് 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യും. ഒരു മാംഗനീസ് X + 2 ഓക്സിജൻ 2 × -2. x - 4 = 0. സോ x = 4. ഇപ്പോൾ MnO2യിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് +4 കിട്ടിയത്. ദെൻ സെക്കൻഡ് കോമ്പൗണ്ട് ഓക്സിഡേഷൻ നമ്പർ ഓഫ് Mn in Mn2O7. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാനുള്ളത് 2 Mnൻ്റെയും 7 ഓക്സിജൻ്റെയും ചാർജാണ് 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടത്. അത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ x = 7. The oxidation number of manganese in Mn2O7 is +7. അടുത്ത കോമ്പൗണ്ട് KMnO4. ഇതിനകത്ത് ഒരു പൊട്ടാഷ്യവുമുണ്ട്, ഒരു മാംഗനീസ്, 4 ഓക്സിജനുമാണ്. അതിൻ്റെ സമ്മാണ് നമുക്ക് 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഒരു കെയുടേത് +1, മാംഗനീസിൻ്റെത് X അസ്യൂം ചെയ്തിരിക്കുന്നത് 4 ഓക്സിജൻ 4 × -2. അതാണ് x - 7 = 0. സോ x = 7. ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് ഇൻ KMnO4 is +7. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം, കൊടുക്കുന്തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും കൂട്ടുകാർക്കും ഷെയർ ചെയ്തു കൊടുക്കൂ. Question: Write the chemical equation for the formation of sodium chloride. Analyze the equation and answer the given questions.
ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ചോദിക്കുന്നത് ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ട് അതുമായിട്ട് നമ്മൾ പഠിച്ച എല്ലാ കൺസെപ്റ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. സോഡിയവും ക്ലോറിനും കൂടി വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത്. ഇക്വേഷൻ എഴുതി. ഇത് അൺബാലൻസ്ഡ് ആണ്. ഇവിടെ ഒരു CL ആണ്, ഇവിടെ 2 CL ഉണ്ട്. അപ്പോൾ അത് ബാലൻസ് ചെയ്യണം. ഒരു കെമിക്കൽ ഇക്വേഷൻ എഴുതി അപ്പോൾ തന്നെ നമ്മൾ ബാലൻസ് ചെയ്യണം. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 2Na + Cl2 gives 2NaCl. ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സോഡിയം ആൻഡ് ക്ലോറിൻ ഇൻ ദിസ് എലമെന്റൽ സ്റ്റേറ്റ്? സി, ഇവിടെ റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പ് രണ്ടും സോഡിയവും ക്ലോറിനും എലമെന്റ് ആണ്. ഇത് ഒരു കോമ്പൗണ്ട് അല്ല. എലമെന്റ് സ്റ്റേറ്റിൽ അതിന് ചാർജ് ഒന്നുമില്ല, 0 ആണ്. അപ്പോൾ സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും എലമെന്റൽ സ്റ്റേജിൽ അതിൻ്റെ റിയാക്റ്റൻസിൻ്റെ സൈഡിൽ രണ്ടിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ 0s ആണ്. ഇത് നമ്മളൊരു മെമ്മറിയിൽ ഉണ്ടാകേണ്ട കാര്യം. സോഡിയം ഓക്സിഡേഷൻ നമ്പർ +1, ക്ലോറിൻ -1. ഇതൊക്കെ നമ്മൾ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയിട്ട് ഔട്ടർ മോസ്റ്റിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺ നോക്കിയിട്ട് നമ്മൾ അതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എലമെന്റ് സ്റ്റേറ്റിൽ ഇതിന് സോഡിയത്തിൻ്റെ 0, ക്ലോറിൻ്റെയും 0 ഓക്സിഡേഷൻ നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സോഡിയം ആൻഡ് ക്ലോറിൻ ആഫ്റ്റർ ദ റിയാക്ഷൻ? റിയാക്ഷൻ കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം സോഡിയം ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്ത് ഓക്സിഡേഷൻ നടത്തിയിട്ട് +1 ആകും. ക്ലോറിൻ ആ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്ത് Cl- ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ രണ്ടിൻ്റെ മനസ്സിലായി. ഇത് +1ഉം ഇത് -1ഉം. സോ സോഡിയം +1, ക്ലോറിൻ -1 ആഫ്റ്റർ ദ റിയാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ കെമിക്കൽ ഇക്വേഷൻ ഇൻക്ലൂഡിങ് ദെയർ ഓക്സിഡേഷൻ നമ്പേഴ്സ്. കെമിക്കൽ ഇക്വേഷൻ എഴുതിയിട്ട് അതിൻ്റെ മേലെ ഓരോന്നിൻ്റെയും റിയാക്റ്റൻറ്റ് സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും ഓരോ എലമെൻറ്റിൻ്റെ മേലെയും അതിൻ്റെ ഓക്സിഡേഷൻ നമ്പേഴ്സ് എഴുതാമെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എഴുതി. സോഡിയം എലമെൻ്റൽ സ്റ്റേറ്റിൽ 0, ക്ലോറിൻ എലമെൻ്റൽ സ്റ്റേറ്റിലായിരുന്നു 0. ഇവിടെ +1 ആയി -1. ഇങ്ങനെ എഴുതുന്നതിനാണ് ഈ ഓക്സിഡേഷൻ നമ്പർ ഇൻക്ലൂഡ് ചെയ്ത് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതണം. ഇനി നെക്സ്റ്റ്, വാട്ട് ഹാപ്പൻ ടു ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദ സോഡിയം ആസ് എ റിസൾട്ട് ഓഫ് ദിസ് റിയാക്ഷൻ? ഈ റിയാക്ഷൻ നടക്കുമ്പോൾ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പേഴ്സിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0ൽ നിന്ന് +1 ആയി ഇൻക്രീസ് ചെയ്യുന്നു. ആൻസർ, ഇൻക്രീസ് ഫ്രം 0 to +1. ഇത് കണ്ടിന്യൂഷൻ ഓഫ് ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമേഷനിലെ ബേസ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ ടു ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ? ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പറിന് എന്താണ് സംഭവിക്കുന്നത് റിയാക്ഷൻ നടക്കുമ്പോൾ? നോക്കുക. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ഫ്രം 0 to -1. എലമെൻ്റൽ സ്റ്റേറ്റിൽ 0 ആയിരുന്നു, അത് റിയാക്ഷൻ നടന്നപ്പോൾ -1 ആയിട്ട് ഡിക്രീസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആറ്റം അണ്ടർഗോസ് ഓക്സിഡേഷൻ ഡ്യൂറിങ് ദിസ് ഫോർമേഷൻ ഓഫ് NaCl? NaClൻ്റെ ഫോർമേഷനിൽ ഏത് ആറ്റമാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്? അപ്പോൾ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ലൂസ് ഓഫ് ഇലക്ട്രോൺ ആണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. സി, സോഡിയം ആണ് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് അത് ഇലക്ട്രോൺ ലോസ് ചെയ്ത് പോസിറ്റീവ് അയോണായി മാറുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് സോഡിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ദിസ് റിയാക്ഷൻ? വൈ? ഇതിനകത്ത് ഓക്സിഡൈസിങ് ഏജന്റ് എന്താണ്? സോഡിയത്തിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ഓക്സിഡേഷനെ സപ്പോർട്ട് ചെയ്യുന്നത് ക്ലോറിൻ ആണ്. ക്ലോറിൻ ആ ഡൊണേറ്റ് ചെയ്ത ഇലക്ട്രോൺ ക്ലോറിൻ ആക്സെപ്റ്റ് ചെയ്തിട്ടാണല്ലോ സോഡിയത്തിൻ്റെ ഓക്സിഡേഷന് സംഭവിക്കുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ സംഭവിക്കുന്നതിന് സപ്പോർട്ട് ചെയ്തത് ക്ലോറിൻ. അപ്പോൾ ക്ലോറിൻ ആണ് oxidizing agent. Chlorine receives the electron and support oxidation. Next question, which atom undergoes reduction in this reaction? ഇതിൽ റിയാക്ഷനിൽ റിഡക്ഷൻ സംഭവിക്കുന്നത് ഏത് ആറ്റത്തിനാണ്? ഇവിടെ നമുക്കറിയാം ക്ലോറിൻ ആണ് ഇലക്ട്രോൺസ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അത് റിഡക്ഷൻ ആകുന്നത്. അപ്പോൾ ക്ലോറിൻ ആണ് റിഡക്ഷൻ സംഭവിക്കുന്നത് ബിക്കോസ് ഇറ്റ് ഗെയിൻസ് ഇലക്ട്രോൺസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ റെഡ്യൂസിങ് ഏജന്റ് ഇൻ ദിസ് റിയാക്ഷൻ? റെഡ്യൂസിങ് ഏജന്റ് ഏതാണ്? ഇത് ക്ലോറിൻ ആണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്തത് സോഡിയമാണ്. അപ്പോൾ സോഡിയമാണ് റെഡ്യൂസിങ് ഏജന്റ്. അങ്ങനെ നമ്മൾ പഠിച്ച എല്ലാ കൺസെപ്റ്റുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് എന്തായാലും ഉണ്ടാവും. ക്വസ്റ്റ്യൻ,
Analyze the chemical equation H2 plus Cl2 gives 2HCl. Find the oxidation numbers of the constituent atom and complete the table. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. H2 plus Cl2 gives 2HCl. നമ്മൾ ഹൈഡ്രജൻ്റെ ആറ്റമിക് നമ്പർ 1 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. ക്ലോറിൻ്റെതും ആറ്റമിക് നമ്പർ 17 287 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്ക് ഓക്സിഡേഷൻ നമ്പേഴ്സ് കണ്ടുപിടിക്കാം. ആദ്യം തന്നെ റിയാക്റ്റൻറ്റ് സൈഡിൽ നോക്കൂ. ഇവിടെ രണ്ടും എലമെൻറ്റ്സ് ആണ്, കോമ്പൗണ്ട്സ് അല്ല. അപ്പോൾ എലമെൻ്റൽ സ്റ്റേറ്റിൽ നമുക്ക് അറിയാം അത് ചാർജ് ഇല്ലാത്തതാണ്. ഓക്സിഡേഷൻ നമ്പേഴ്സ് 0 ആയിരിക്കും രണ്ടിൻ്റെ കേസിലും. ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും എലമെൻ്റൽ സ്റ്റേറ്റിലുള്ള ഈ ഓക്സിഡേഷൻ നമ്പേഴ്സ് 0. ആഫ്റ്റർ ദ റിയാക്ഷൻ ക്ലോറിൻ ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് -1 സ്റ്റേജിലേക്കാണ് പോകുന്നത്. ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തിട്ട് അത് +1 സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അതിൻ്റെ രണ്ടിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കിട്ടിയപ്പോൾ -1ഉം +1ഉം. Oxidation H1 oxidize, electron is donated and oxidation number is increased from 0 to +1. Chlorine reduced. ക്ലോറിൻ്റെ ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്ത് റിഡക്ഷൻ സംഭവിച്ച് 0-ന്ന് -1ലേക്ക് ഓക്സിഡേഷൻ നമ്പർ കുറയുവാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫിൽ ചെയ്യാനുള്ള ഒരു ടേബിൾ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആറ്റം ഹൂസ് ഓക്സിഡേഷൻ നമ്പർ ഇസ് ഇൻക്രീസ്ഡ്. ഏതിൻ്റെയാണ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തതിന്? ഹൈഡ്രജൻ്റെ അല്ലേ. 0-ന്ന് +1ലേക്ക് ഇൻക്രീസ് ചെയ്തു. സോ H. ദ ആറ്റം വിച്ച് ഹാസ് അണ്ടർഗോൺ ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നടന്നത് എന്തിനാണ്? ഏതാണ് ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്നത്? ഹൈഡ്രജൻ്റെ അല്ലേ ഇലക്ട്രോൺ ലൂസ് ചെയ്തത് പോസിറ്റീവായത്. അപ്പോൾ അണ്ടർഗോൺ ഓക്സിഡേഷൻ അത് H തന്നെ. ആറ്റം ഹൂസ് ഓക്സിഡേഷൻ നമ്പർ ഇസ് ഡിക്രീസ്ഡ്. ക്ലോറിൻ്റെ അല്ലേ 0-ന്ന് -1ലേക്ക് ഡിക്രീസ് ചെയ്തു. സോ ക്ലോറിൻ. ദ ആറ്റം വിച്ച് ഹാസ് അണ്ടർഗോൺ റിഡക്ഷൻ. ക്ലോറിൻ ആണ്. ബിക്കോസ് ക്ലോറിൻ ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ റിഡക്ഷൻ ആണ്. അപ്പോൾ ആറ്റം വിച്ച് ഹാസ് അണ്ടർഗോൺ റിഡക്ഷൻ ക്ലോറിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷന് സപ്പോർട്ട് ചെയ്യുന്ന എലമെൻറ്റിനെയാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഹൈഡ്രജൻ ആണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, അതിനെ സപ്പോർട്ട് ചെയ്തത് ക്ലോറിൻ ആണ്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് ക്ലോറിൻ. ഇനി റെഡ്യൂസിങ് ഏജൻറ്റ്, റിഡക്ഷൻ നടക്കുന്നത് ക്ലോറിൻ ആണ്, ആ റിഡക്ഷനെ സപ്പോർട്ട് ചെയ്തത് ഹൈഡ്രജൻ ആണ്. സോ റെഡ്യൂസിങ് ഏജൻറ്റ് ഈസ് ഹൈഡ്രജൻ. ക്വസ്റ്റ്യൻ, അനലൈസ് ദ കെമിക്കൽ ഇക്വേഷൻ Mg plus 2HCl gives MgCl2 plus H2. Find out the oxidation numbers of the constituent atoms. Equation എഴുതി. Mg plus 2HCl gives MgCl2 plus H2. നമുക്ക് നോൺ ആയിട്ട് ഇൻഫർമേഷൻ ആണ്. ക്ലോറിൻ്റെത് ഓക്സിഡേഷൻ നമ്പർ -1 ആണ് ജനറലി. ഹൈഡ്രജൻ്റെത് +1 ആണ്. അത് മനസ്സിലിരിക്കട്ടെ. നെക്സ്റ്റ്, റിയാക്റ്റൻറ്റ് സൈഡിൽ ഓക്സിഡേഷൻ നമ്പേഴ്സ് നമുക്ക് ആദ്യം അനലൈസ് ചെയ്യാം. Mg ഒരു എലമെൻ്റ് ആണ്. ഇവിടെ എലമെൻറ്റ് സ്റ്റേജിൽ അതിൻ്റെ ചാർജ് 0 ആണ്. അപ്പോൾ Mgയുടെ ഓക്സിഡേഷൻ നമ്പർ ഇൻ ദ റിയാക്റ്റൻറ്റ് സൈഡിൽ 0 ആണ്, നമ്മൾ എഴുതി. ഇനി ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. ഹൈഡ്രജൻ HCl എന്നുള്ള ഫോമിലാണ് റിയാക്റ്റൻസിലുള്ളത്. ഇത് ക്ലോറിൻ്റെത് -1 ആണ് ചാർജ്, ഓക്സിഡേഷൻ നമ്പർ -1. ഹൈഡ്രജൻ്റെത് +1. അപ്പോൾ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻ HCl +1 ആണ്. ക്ലോറിൻ്റെത് HClലുള്ള ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. അപ്പോൾ റിയാക്റ്റൻറ്റ് സൈഡിലുള്ള ഈ 3 എലമെൻസിൻ്റെ Mg, H, Cl അതിൻ്റെ 3ൻ്റെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് പ്രോഡക്റ്റ് സൈഡിൽ നോക്കാം. പ്രോഡക്റ്റ് സൈഡിൽ Mg എലമെൻറ്റ് ഫോമിലല്ല, ഇതൊരു കോമ്പൗണ്ടായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് Mgയുടെ ഓക്സിഡേഷൻ നമ്പർ എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ MgCl2 ആയിട്ടാണ് മിക്സ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ Clൻ്റെ നമുക്കറിയാം -1 ആണ്. ഇവിടെ 2 Cl ഉണ്ട്. അപ്പോൾ -2 ആണ് ക്ലോറിൻ സൈഡിലുള്ള ചാർജ്. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ Mgയുടേത് 2+ ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് Mgയുടെ ഓക്സിഡേഷൻ നമ്പർ +2 ആണെന്ന് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്തു. ഇനി ക്ലോറിൻ്റെത് നമുക്കറിയാം -1 ആണ്. ഈ എലമെൻറ്റ് പ്രോഡക്റ്റ് സൈഡിലുള്ള ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ഹൈഡ്രജൻ ഒരു ഇൻഡിവിജ്വലായിട്ടൊരു കോമ്പൗണ്ട്, ഇൻഡിപെൻഡൻറ്റ് കോമ്പൗണ്ട് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് എലമെൻ്റൽ സ്റ്റേറ്റിൽ അതിന് 0 ആണ്. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0. ഇനി ആഫ്റ്റർ ദ റിയാക്ഷൻ
ഈ ഓക്സിഡേഷൻ നമ്പേഴ്സിലുള്ള ചേഞ്ചസ് എങ്ങനെയാണ്? Mgയുടേത് 0യിൽ നിന്ന് +2 ആയി, ഹൈഡ്രജൻ +1ൽ നിന്ന് 0 ആയി, ക്ലോറിൻ -1 അൺചേഞ്ച്ഡ് ആണ്. ഇനി ഇങ്ങനെ എഴുതണം. ഈ റിയാക്ഷൻസ് എഴുതിയിട്ട് അതിൻ്റെ മേലെ ഓരോ എലമെന്റ്സിന്റെ മേലെ കറസ്പോണ്ടിങ് ഓക്സിഡേഷൻ നമ്പേഴ്സ് എഴുതണം. റിയാക്ടൻറ്റ് സൈഡിലും എഴുതണം, പ്രോഡക്റ്റ് സൈഡിലും എഴുതണം. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്സിജൻ മെഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0യിൽ നിന്ന് +2 ആയി, ഹൈഡ്രജൻ്റെത് +1ൽ നിന്ന് 0 ആയി, ദെൻ ക്ലോറിൻ്റെത് പ്രോഡക്റ്റിലും റിയാക്ടൻസിലും -1 ആയി. ഇത്ര ഇൻഫർമേഷനാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷനാണ്. Mgയും HClഉം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള MgCl2 ഹൈഡ്രജൻ ഉണ്ടാകുന്ന റിയാക്ഷൻ്റെ നമ്മൾ ഓരോ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻസിൻ്റെയും റിയാക്ടൻറ്റ് സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് കണ്ടുപിടിച്ചു. അതെല്ലാം നമ്മൾ എഴുതി. ഇനി അതിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്സിഡേഷൻ നമ്പർ ഓഫ് മെഗ്നീഷ്യം ചേഞ്ചസ് ഫ്രം ഡാഷ് ടു ഡാഷ്. മെഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0യിൽ നിന്ന് +2ലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ എഴുതി 0 to +2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ചേഞ്ച് ദാറ്റ് ഹാപ്പൻ ടു മെഗ്നീഷ്യം. മെഗ്നീഷ്യത്തിന് എന്ത് ചേഞ്ച് ആണ് ഹാപ്പൻ ചെയ്തിരിക്കുന്നത്? മെഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0യിൽ നിന്ന് +2 ആയെന്ന് അർത്ഥം. 0യിൽ നിന്ന് 2 ഇലക്ട്രോൺസ് ലൂസ് ചെയ്തിട്ട് ലൂസ് ചെയ്തിട്ടാണ് അത് +2 ആയിരിക്കുന്നത്. ഇലക്ട്രോൺ ലൂസ് മീൻസ് ഓക്സിഡേഷൻ. സോ മെഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ദിസ് കേസ്? ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ്? ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നടക്കാൻ മെഗ്നീഷ്യത്തിനെ സപ്പോർട്ട് ചെയ്തത് ഏതാണ്? ഇവിടെ HCl ആണ് അടുത്ത കോമ്പൗണ്ട് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അതാണ് റെഡ്യൂസിങ് ഏജന്റ്. അവിടെ റിഡക്ഷൻ സംഭവിച്ചിരിക്കുന്നത് നോക്കൂ. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +1ൽ നിന്ന് 0യിലേക്ക് കുറഞ്ഞിരിക്കുകയാണ് ചെയ്തത്. അതായത് ചാർജ് കുറയുമ്പോൾ അത് ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ +1ൽ നിന്ന് ചാർജ് 0യിലേക്ക് കുറഞ്ഞു. അപ്പോൾ ഹൈഡ്രജൻ ആണ് റിഡക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. ഈ റിയാക്ഷൻസിൽ ഹൈഡ്രജൻ HClന്റെ പാർട്ടാണ്. അപ്പോൾ ഈ ഓക്സിഡൈസിങ് ഏജന്റ് HCl ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ റെഡ്യൂസിങ് ഏജന്റ്? റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ റിഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ റിഡക്ഷൻ സംഭവിച്ചിരിക്കുന്നത് ഹൈഡ്രജൻ ആണ്. അതിന് സപ്പോർട്ട് ചെയ്തത് Mg ആണ്. അപ്പോൾ റെഡ്യൂസിങ് ഏജന്റ് ഈസ് Mg. Question, analyze the chemical equation C plus O2 gives CO2 and complete the table. നമ്മൾ ആദ്യം ഇക്വേഷൻ എടുത്തെഴുതി. C plus O2 gives CO2. നമുക്ക് ഓക്സിഡേഷൻ നമ്പേഴ്സിൻ്റെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഒരു ഗുഡ് പ്രാക്ടീസ് ആദ്യം തന്നെ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻസിൻ്റെ റിയാക്ടൻറ്റ് സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് എന്താണെന്ന് നമ്മൾ ഇവിടെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് വേഗം ആൻസർ ചെയ്യാൻ പറ്റും. ഈ കാർബൺ എലമെൻ്റ് ആണ്, ചാർജ് 0 ആണ്, അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ 0. ഓക്സിജനും ഇവിടെ ഒരു എലമെൻ്റ് ആണ്, അപ്പോൾ ചാർജ് 0, ഓക്സിഡേഷൻ നമ്പർ 0. അപ്പോൾ റിയാക്ടൻറ്റ് സൈഡിൽ ഇത് രണ്ടും 0 ആണ് ഓക്സിഡേഷൻ നമ്പേഴ്സ്. ഇനി പ്രോഡക്റ്റ് സൈഡിൽ ഓക്സിജൻ്റെ ചാർജ് -2 ആണ് നമുക്കറിയാം. ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, അപ്പോൾ -4 ആണ് ഓക്സിജൻ്റെ സൈഡിൽ നിന്നുള്ള ചാർജ് വരുന്നത്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ കാർബണിന് +4 ഉണ്ടെങ്കിലാണ് ഇത് ന്യൂട്രലൈസ് ആവുകയുള്ളൂ, ഈ CO2 എന്നുള്ള കോമ്പൗണ്ട്. അപ്പോൾ കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +4 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാർബണിൻ്റെ എലമെൻ്റ് ബിഫോർ റിയാക്ഷൻ, അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? ബിഫോർ റിയാക്ഷൻ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്, 0. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ബിഫോർ റിയാക്ഷൻ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? അതും നമുക്ക് കിട്ടി 0 ആണെന്ന്. ഇനി നെക്സ്റ്റ് നമുക്ക് പോപ്പുലേറ്റ് ചെയ്യേണ്ടത് ആഫ്റ്റർ റിയാക്ഷൻ ഓക്സിജൻ്റെത് എത്രയാണ്? ആഫ്റ്റർ റിയാക്ഷൻ ഓക്സിജൻ 0യിൽ നിന്ന് -2ലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആഫ്റ്റർ റിയാക്ഷൻ -2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ കാർബണിന് സംഭവിച്ചിരിക്കുന്നത്? കാർബണിന് 0യിൽ നിന്ന് +4 ആണ് ചാർജ് സംഭവിക്കുന്നത്. പ്ലസിലേക്ക് ആകണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് ലൂസ് ചെയ്യണം, അതായത് ഓക്സിഡേഷൻ സംഭവിക്കണം. ലൂസ് ഓഫ് ഇലക്ട്രോൺ ആണ് ഓക്സിഡേഷൻ. സോ കാർബണിന് സംഭവിച്ചിരിക്കുന്നത് ഓക്സിഡേഷൻ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർബൺ അത് ഓക്സിഡൈസിങ് ഏജന്റ് ആണോ റെഡ്യൂസിങ് ഏജന്റ് ആണോ എന്ന്.
കാർബണിന് ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കണമല്ലോ. കാർബണിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു, അത് ഓക്സിഡേഷൻ സംഭവിച്ചു റിഡക്ഷനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കാർബണിന് ഓക്സിഡേഷൻ സംഭവിച്ചത് കാരണം അത് ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഇനി ഓക്സിജൻ സംഭവിച്ചിരിക്കുന്നത് 0 നിന്ന് -2 ഓക്സിഡേഷൻ നമ്പർ കുറയുവാണ് ചെയ്തിരിക്കുന്നത്. ഓക്സിഡേഷൻ നമ്പർ കുറയാന്ന് വെച്ചാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് മീൻസ് ഓക്സിജന് സംഭവിച്ചിരിക്കുന്നത് റിഡക്ഷൻ ആണ്. അപ്പോൾ റിഡക്ഷൻ സംഭവിക്കുമ്പോൾ അതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. Question: What is a redox reaction? That is reduction oxidation reaction. Explain with example. ഇത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഇതാണ്. ഈ റിഡോക്സ് റിയാക്ഷൻ എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഗ്രൗണ്ട് വർക്ക് ചെയ്ത് ഈ ക്വസ്റ്റ്യനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻസിൽ ഓക്സിഡേഷനും റിഡക്ഷനും സൈമിൾട്ടേനിയസ് ആയിട്ട് ഹാപ്പൻ ചെയ്താൽ അത്തരം റിയാക്ഷൻസിന് പറയുന്ന പേരാണ് റെഡോക്സ് റിയാക്ഷൻസ്. ഇതിന് നമുക്ക് ആൻസർ എഴുതാം. Redox reaction is a chemical reaction in which oxidation and reduction occurs simultaneously. See, എക്സാമ്പിൾ പറയുവാണെങ്കിൽ A+B രണ്ട് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് പ്രോഡക്ട്സ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ എലമെൻറ്റ് A അത് ലൂസ് ചെയ്ത് ഇലക്ട്രോൺസ് ലൂസ് ചെയ്ത്, അതായത് ഓക്സിഡേഷൻ സംഭവിച്ച് പോസിറ്റീവ് അയോണായി. ഈ എലമെൻറ്റ് B ഇലക്ട്രോൺസ് ഇലക്ട്രോൺ ഇവിടുന്ന് ലൂസായ ആ ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ട് ഒരു നെഗറ്റീവ് അയോൺ ഫോം ചെയ്തു. അപ്പോൾ ഗെയിൻ ഇലക്ട്രോൺ വരുമ്പോൾ അതിന് റിഡക്ഷൻ. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻസിൽ ഒരു ഓക്സിഡേഷൻ റിയാക്ഷനും നടന്നു, ഒരു റിഡക്ഷൻ റിയാക്ഷനും നടന്നു. ഇത്തരം റിയാക്ഷൻസിനെയാണ് റെഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ H2+Cl2 gives 2HCl. നമ്മൾ ഓക്സിഡേഷൻ നമ്പേഴ്സ് എല്ലാം പോപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജനും ക്ലോറിനും എലമെന്റൽ സ്റ്റേറ്റിൽ 0, 2HCl. HCl Hൻ്റെത് +1 Clൻ്റെ -1. ഇത് നമ്മൾ പോപ്പുലേറ്റ് ചെയ്തു. ഇത് ഒരു റെഡോക്സ് റിയാക്ഷൻ്റെ എക്സാമ്പിളാണ്. ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഹൈഡ്രജൻ ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്നു, 0യിൽ നിന്ന് +1 ചാർജിലേക്ക് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ് ഫ്രം 0 to +1. അത് ഓക്സിഡേഷനാണ് ഹൈഡ്രജന് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഹൈഡ്രജൻ ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. ക്ലോറിന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലോറിൻ റിസീവ്സ് ദ ഇലക്ട്രോൺ ആൻഡ് അതിൻ്റെ ചാർജ് 0യിൽ നിന്ന് -1ലേക്ക് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലോറിൻ ഇലക്ട്രോൺ റിസീവ് ചെയ്തപ്പോൾ അതിന് റിഡക്ഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് റിഡക്ഷൻ സംഭവിക്കുമ്പോൾ ക്ലോറിൻ ആണ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ ഈ റിയാക്ഷൻ ഒരു റിഡോക്സ് റിയാക്ഷന് എക്സാമ്പിളാണ്. ഇവിടെ ഹൈഡ്രജന് ഓക്സിഡേഷനും സംഭവിച്ചു, ക്ലോറിന് റിഡക്ഷനും സംഭവിച്ചു. ഇത്തരം റിയാക്ഷൻസിനെയാണ് നമ്മൾ പറയുന്ന റെഡോക്സ് റിയാക്ഷൻസ്. ക്വസ്റ്റ്യൻ: ഗിവ് സം ഫെമിലിയർ എക്സാമ്പിൾസ് ഓഫ് റെഡോക്സ് റിയാക്ഷൻസ് ഇൻ ഡെയിലി ലൈഫ്. ആൻസർ: റസ്റ്റിംഗ്, combustion of fuels, aerobic decomposition, production of electricity in electrochemical cells, corrosion, cellular respiration, photosynthesis. ഇതെല്ലാം നമ്മളുടെ റെഡോക്സ് റിയാക്ഷൻസിന് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉള്ള എക്സാമ്പിൾസ് ആണ്. ക്വസ്റ്റ്യൻ: ആർ ഓൾ റിയാക്ഷൻസ് റെഡോക്സ് റിയാക്ഷൻസ്? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ നോൺ റെഡോക്സ് റിയാക്ഷൻസ് വിത്ത് സ്പെസിഫിക് എക്സാമ്പിൾസ്. നമ്മൾ കാണുന്ന എല്ലാ റിയാക്ഷൻസും റെഡോക്സ് റിയാക്ഷൻസ് ആണോ? റെഡോക്സ് അല്ലാത്ത റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ട് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന്. നമ്മൾ ഇതുവരെ പഠിച്ചു കുറേ റിയാക്ഷൻസ്, അത് ഓക്സിഡേഷൻ നമ്പേഴ്സ് വേരീസ് ചെയ്തിട്ട് ഇത് റെഡോക്സ് റിയാക്ഷൻസ് ആണെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തു. ഇത് റെഡോക്സ് റിയാക്ഷൻ്റെ സ്റ്റഡി കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ റെഡോക്സ് അല്ലാത്ത റിയാക്ഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ അവെയർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാം. ഓൾ റിയാക്ഷൻസ് ആർ നോട്ട് റെഡോക്സ്. Chemical reactions involving electron transfer are generally redox. ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴി നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിനാണ് മെയിൻലി റെഡോക്സ് റിയാക്ഷൻസിൻ്റെ കാറ്റഗറിയിൽ പെടുന്നത്. In some reactions, there is no change in oxidation states or electron transfer happens. Only bond rearrangement happens there. These are non-redox reactions.
ചില റിയാക്ഷൻസിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഒന്നും നടക്കില്ല. ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കാത്തപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിനും ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. അത്തരം റിയാക്ഷൻസ് ഒക്കെ നോൺ റെഡോക്സ് റിയാക്ഷൻസിന്റെ കാറ്റഗറിയിൽ പെടും. എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർ എക്സാമ്പിളാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ്. നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ചാപ്റ്ററിൽ ആസിഡും ബേസും കമ്പൈൻ ചെയ്ത് സോൾട്ടും വാട്ടറും ഫോം ചെയ്യുന്ന കുറേ റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ്. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് നോൺ റെഡോക്സ് കാറ്റഗറിയിൽ പെടും. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ HCl + NaOH gives NaCl + H2O. ഇത് ആസിഡും ബേസും കമ്പൈൻ ചെയ്ത് സോൾട്ട് ആൻഡ് വാട്ടർ ഉണ്ടാകുന്ന ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ്. നമ്മൾ ഇപ്പോൾ ഓക്സിഡേഷൻ നമ്പേഴ്സ് റിയാക്റ്റൻറ്റ് സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് പോപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലായി ഈ ഓരോ ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും സോഡിയത്തിൻ്റെയും ഓക്സിജൻ്റെയും എല്ലാം ഓക്സിഡേഷൻ നമ്പേഴ്സ് ബിഫോറും ആഫ്റ്ററും സെയിം ആണ്. ഈ കെമിക്കൽ റിയാക്ഷൻ വഴി ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പേഴ്സിന് ഒരു ചേഞ്ചും സംഭവിച്ചിട്ടില്ല. അതാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് നോൺ റിഡോക്സ് റിയാക്ഷൻസിൻ്റെ കാറ്റഗറിയിൽ പെടുന്നത്. ഇതൊരു എക്സാമ്പിൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഇതുവരെ പഠിച്ച റെഡോക്സ് റിയാക്ഷൻസിൽ നമ്മൾ ഓക്സിഡേഷൻ സംഭവിക്കുന്നതും റിഡക്ഷൻ സംഭവിക്കുന്നതും എല്ലാം ക്ലിയറായി മനസ്സിലാക്കിയതാണ്. ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഒരു നോൺ റെഡോക്സ് റിയാക്ഷൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ്. വേറെ നോൺ റെഡോക്സ് റിയാക്ഷൻസിൻ്റെ എക്സാമ്പിളിൽ പെടുന്നതാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ആൻഡ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസ്. അത് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് ഓർത്ത് വെച്ചാൽ മതി. ഡീകമ്പോസിഷനും പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസും ഈ നോൺ റെഡോക്സ് റിയാക്ഷൻസിൻ്റെ കാറ്റഗറിയിൽ പെടുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ലെറ്റസ് അസസ് സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ: ദ അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ regarding the formation of ammonia from nitrogen and hydrogen it's given. Answer the given questions. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ ഗീവ്സ് അമോണിയ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇക്വേഷൻ എഴുതി അതിനെ ബാലൻസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസേഴ്സ്: സ്റ്റെപ്പ് 1ൽ നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ ഗീവ്സ് NH3. റോ ഇക്വേഷൻ എഴുതി ഇത് ബാലൻസ്ഡ് അല്ല. ഫസ്റ്റ് നമുക്ക് നൈട്രജൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ നമുക്കതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇവിടെ ഒരു 2 കൊടുത്താൽ നൈട്രജൻ്റെ നമ്പേഴ്സ് ബാലൻസ് ആയി വരും. അത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 2 ആഡ് ചെയ്തു. അപ്പോൾ നൈട്രജൻ ബാലൻസ്ഡ് ആയി. അപ്പോൾ ഹൈഡ്രജൻ 6 ആയി പ്രോഡക്റ്റ് സൈഡിൽ. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു 3 കൂടി കൊടുത്താൽ ബാലൻസ് നടന്നു. സോ ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ N2 + 3H2 gives 2NH3. Our next question: find out the total number of atoms on the same type of element on both reactants and the products. റിയാക്റ്റൻസിലെയും പ്രോഡക്ട്സിലെയും സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് എത്രയുണ്ടെന്ന് കണക്കാക്കാമെന്ന്. അപ്പോൾ നമുക്ക് എഴുതാം. നൈട്രജൻ നോക്കുക, N2 + 3H2 gives 2NH3. നൈട്രജൻ്റെ എത്ര ആറ്റം ഉണ്ട് റിയാക്റ്റൻറ്റ് സൈഡിൽ? 2. ഹൈഡ്രജൻ്റെ എത്രയുണ്ട്? 2 × 3 6. പ്രോഡക്റ്റ് സൈഡിലോ? നൈട്രജൻ 2 ഹൈഡ്രജൻ 6. നൈട്രജൻ്റെ റിയാക്റ്റൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും 2, ഹൈഡ്രജൻ്റെ റിയാക്റ്റൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും 6. ഇതാണ് നമ്മുടെ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനായ ഇങ്ങനെ ഉണ്ടാകും. ഇത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ഹൈഡ്രജനും നൈട്രജനും കമ്പൈൻ ചെയ്ത് അമോണിയ ഉണ്ടാകുന്ന ആ ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇഫ് 28 gram of nitrogen combines with 6 gram of hydrogen, find out the mass of ammonia formed. 28 gram നൈട്രജനും 6 gram of ഹൈഡ്രജനും കൂടി കമ്പൈൻ ചെയ്താൽ എത്ര ഗ്രാം ഓഫ് അമോണിയ ഫോം ചെയ്യുന്നതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. N2 + 3H2 gives 2NH3. നമ്മളെ ഗിവൺ ഇൻഫർമേഷൻ നൈട്രജൻ്റെ 28 gram തന്നു, 6 gram ഓഫ് ഹൈഡ്രജൻ ഉണ്ട്. നമുക്ക് കെമിക്കൽ ഇക്വേഷൻ അനുസരിച്ചിട്ട് ഇതിൻ്റെ കോമ്പിനേഷൻ എത്രയാണെന്ന് നോക്കാം. ടോട്ടൽ മാസ് ഓഫ് നൈട്രജൻ ഇൻ ദ റിയാക്റ്റൻറ്റ് സൈഡ്. നൈട്രജൻ്റെത് വെയിറ്റ് 14U ആണ്. അപ്പോൾ 2 ഉണ്ട് ആറ്റംസ്. 2 × 14 28 ആണ് നൈട്രജൻ്റെ സൈഡിൽ നിന്നുള്ള മാസ്.
ഇനി ഹൈഡ്രജൻ 1 ആണ് ആറ്റമിക് മാസ് യൂണിറ്റ്, 6 ഉണ്ട്. അപ്പോൾ 6 ആണ് ഹൈഡ്രജന്റെ മാസ് റിയാക്ടന്റ് സൈഡിലെ രണ്ടും. ഇനി പ്രോഡക്റ്റ് സൈഡിലും ഇതുമാതിരി നൈട്രജന്റെയും ഹൈഡ്രജന്റെയും മാസ് കമ്പൈൻ ചെയ്ത് രണ്ട് അമോണിയ മോളിക്യൂളിന്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 34 U കിട്ടി. അപ്പോൾ ഈ പ്രൊപ്പോർഷൻ നോക്കിക്കോ, 28 യുവിന് 6 U ഓഫ് ഹൈഡ്രജൻ ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ 34 U ഓഫ് അമോണിയയാണ് ഉണ്ടാകുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സെയിം വാല്യൂസ് തന്നെയാണ്. 28 ഗ്രാം 6 ഗ്രാം ഓഫ് ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എത്ര ഗ്രാം ഓഫ് അമോണിയ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാകുന്നത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. 28 U of nitrogen combines with 6 U of hydrogen produce 34 U of ammonia. So 28 gram of nitrogen and 6 gram of hydrogen combines together to form 35 gram of ammonia. Question. നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്വേഷൻ C+4HNO3 gives 2H2O plus CO2 plus 4NO2. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ആൻഡ് മാർക്ക് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ ഇൻ ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. റിയാക്ടന്റ് സൈഡിൽ കാർബൺ ഒരു എലമെന്റൽ ഫോമിലാണുള്ളത്. എലമെന്റൽ ഫോമിലാവുമ്പോൾ ഈ കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണെന്ന് നമുക്കറിയാം. ഇനി പ്രോഡക്റ്റ് സൈഡിൽ കാർബൺ CO2ൻ്റെ ഫോമിലാണ് ഉള്ളത്. ഓക്സിജൻ ആണ് കാർബണിനോട് ചേർന്ന് ഉള്ളത്. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണെന്ന് നമുക്കറിയാം. ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ടോട്ടൽ -4 ചാർജ് ആണ് ഈ CO2വിൽ ഓക്സിജന്റെ സൈഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ -4 ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ കാർബണിന് വേണ്ടി ചാർജ് +4. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് സൈഡിൽ കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണെന്ന് മനസ്സിലായി. നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ റിയാക്ടന്റ് സൈഡിൽ 0, പ്രോഡക്റ്റ് സൈഡിൽ +4, കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അത് നമ്മൾ ഇക്വേഷൻ്റെ മേളിൽ മാർക്ക് ചെയ്യണം. ഇത്രയും ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് ഇത്ര വരെ എഴുതണം. നെക്സ്റ്റ്, വാട്ട് ഹാപ്പൻ ടു ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ ഇൻ ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പറിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0ൽ നിന്ന് 4ലേക്ക് ഇൻക്രീസ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ ടു കാർബൺ, ദാറ്റ് ഈസ് ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ. കാർബണിന് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ സംഭവിച്ചിരിക്കുന്നത്? കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ 0ൽ നിന്ന് +4ലേക്കായി മാറി. അതിൻ്റെ അർത്ഥം കാർബൺ കുറച്ച് ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ടാണ് പ്ലസ് ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നത് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ലൂസ് ഓഫ് ഇലക്ട്രോൺ മീൻസ് ഓക്സിഡേഷൻ. അപ്പോൾ കാർബൺ ഈസ് ഓക്സിഡൈസ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what are the oxidizing agent and the reducing agent in this reaction. ഇതിനകത്ത് ഏതാണ് ഓക്സിഡൈസിങ് ഏജന്റ്, ഏതാണ് റെഡ്യൂസിങ് ഏജന്റ്? നമുക്ക് അറിയാം, കാർബൺ ആണ് ഓക്സിഡൈസ്ഡ് ആകുന്നത്. ഈ കാർബൺ ഓക്സിഡൈസ് ആകുമ്പോൾ അത് റെഡ്യൂസിങ് ഏജന്റ് ആണ് കാർബൺ. ഈ കാർബൺ ഓക്സിഡൈസ് ആകുമ്പോൾ ആ കാർബണിനെ ആ ഓക്സിഡേഷന് വേണ്ടി സപ്പോർട്ട് ചെയ്തത് HNO3 ആണ്. ഈ HNO3 ആണ് കാർബണിന്റെ ഓക്സിഡേഷൻ സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് HNO3 ആണ് ഓക്സിഡൈസിങ് ഏജന്റ്. റെഡ്യൂസിങ് ഏജന്റ് കാർബൺ ആണ് ഈ റിയാക്ഷനിൽ ഓക്സിഡൈസ് ആവുന്നത്. അപ്പോൾ കാർബൺ ആണ് റെഡ്യൂസിങ് ഏജന്റ്. ഇതുപോലുള്ള വീഡിയോസ് ടോപ്പ് ട്യൂഷൻ ചാനൽ റെഗുലറായി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പുതിയ വീഡിയോകൾ ഉടൻ തന്നെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ, what is the oxidation number of sulfur in SO2 and SO3? ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. രണ്ട് കോമ്പൗണ്ട്സ് SO2 ആൻഡ് SO3. നമുക്കറിയാം, സം ഓഫ് ഓക്സിഡേഷൻ നമ്പേഴ്സ് ഒരു കോമ്പൗണ്ടിൽ 0 ആണ്. ഓക്സിജന്റെ -2 ആണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സം ഓഫ് ഓക്സിഡേഷനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് സൾഫറിന്റെ കണ്ടുപിടിക്കാൻ പറ്റും. സൾഫറിനെ നമ്മൾ X ആണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് ഇനിഷ്യലി നമ്മൾ സങ്കല്പിച്ചു. അത് വെച്ചിട്ട് ഇക്വേഷൻ എഴുതിയിട്ട് സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഇക്വേഷനിൽ സൾഫറിൻ്റെ ഓക്സിഡേഷൻ ഒരു എസിൻ്റെയും 2 ഓയുടെയും ഓക്സിഡേഷൻ നമ്പേഴ്സിൻ്റെ സം ആകുമ്പോൾ അത് 0 ആണ്. അപ്പോൾ എക്സ് സൾഫറിൻ്റെ ഓക്സിജൻ്റെത് -2. അപ്പോൾ 2 × -2. സോ x - 4 = 0. സോ x = +4.
Therefore, the oxidation number of sulfur in SO2 is +4. X ആണല്ലോ നമ്മൾ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ ആയിട്ട് അസ്യൂം ചെയ്ത് ഇക്വേഷൻ എഴുതിയത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇൻ SO3. SO3യിൽ ഒരു സൾഫറും 3 ഓക്സിജനുമാണുള്ളത്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ എക്സ് പ്ലസ് 3 ഇൻറ്റു -2 is equal to x minus 6 is equal to 0. So x is equal to +6. So oxidation number of sulfur in SO3 is +6. Question, what is the oxidation number of sulfur in H2SO3 and H2SO4? H2SO3യിലും H2SO4ലും നമുക്ക് സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ സെയിം വേ സം ഓഫ് ഓക്സിഡേഷൻ നമ്പേഴ്സ് 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ H2SO3യിൽ നോക്കണം. അപ്പോൾ ഇതിൽ 2 ഹൈഡ്രജൻ 1 സൾഫർ 3 ഓക്സിജൻ, അതിൻ്റെ സമ്മാണ് നമ്മൾ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നത്. 2 ഇൻറ്റു ഹൈഡ്രജൻ്റെത് +1 ആണ്, 2 ഇൻറ്റു +1, ദെൻ എക്സ് ആണ് സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ സൾഫർ 1 സൾഫർ ആണുള്ളൂ, സോ എക്സ് ആ വാല്യൂ. ദെൻ അടുത്തത് 3 ഓക്സിജൻ, ദാറ്റ് ഈസ് 3 ഇൻറ്റു -2. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x minus 4 is equal to 0, x is equal to +4. So x എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ആണ്. സോ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇൻ H2SO3 is +4. Now what is the oxidation number of sulfur in H2SO4? H2SO4ൽ നമ്മൾ എഴുതു 2 ഹൈഡ്രജൻ 1 സൾഫർ 4 ഓക്സിജൻ ആണുള്ളത്. സെയിം വേയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോഴേക്കും x minus 6 is equal to 0, so x is equal to +6. അപ്പോൾ oxidation number of sulfur in H2SO4 is +6. Question, certain statements are given below. Write whether these statements are true or false. First question, the process involving an increase in oxidation number is oxidation. Statement true ആണ്. Increase in oxidation ആണ് ഓക്സിഡേഷനിൽ സംഭവിക്കുന്നത്. അതായത് ഒരു ലോസ് ഓഫ് ഇലക്ട്രോൺ സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. നെക്സ്റ്റ്, ദ പ്രോസസ് ഇൻവോൾവിംഗ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഈസ് ഓക്സിഡേഷൻ. സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് അണ്ടർഗോസ് റിഡക്ഷൻ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അതായത് ഓക്സിഡൈസിങ് ഏജൻറ്റ് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത് ഓക്സിഡൈസിങ് ഏജന്റിന്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഓക്സിഡൈസിങ് ഏജന്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്സിഡൈസിങ് ഏജന്റ് അണ്ടർഗോസ് റിഡക്ഷൻ ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ക്വസ്റ്റ്യൻ, ബാലൻസ്ഡ് ഗിവൺ കെമിക്കൽ ഇക്വേഷൻ. തന്നിരിക്കുന്ന കെമിക്കൽ ഇക്വേഷൻ SO2 + O2 gives SO3. നമുക്ക് ആദ്യം സൾഫറിൻ്റെ ബാലൻസ്ഡ് ആണോ എന്ന് നോക്കി. ബാലൻസ്ഡ് ആണ്. ഓക്സിജൻ റിയാക്റ്റൻറ്റ് സൈഡിൽ 4 ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ 3 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 2 കൊടുത്തിട്ട് ബാലൻസ് ആക്കാൻ ശ്രമിക്കുക ഓക്സിജൻ്റെ. അപ്പോൾ സൾഫർ റിയാക്റ്റൻറ്റ് സൈഡിൽ ബാലൻസ് ഇവിടെ പോയി, ഇവിടെ 1 ഉള്ളൂ, ഇവിടെ 2. അപ്പോൾ ഓക്സിജൻ്റെ ഇവിടെ പ്രോഡക്റ്റ് സൈഡിൽ 6 ഉണ്ട്, റിയാക്റ്റൻറ്റ് സൈഡിൽ 2 ഉള്ളൂ. അപ്പോൾ രണ്ടും ബാലൻസ്ഡ് അല്ല. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റിൽ ഇവിടെ 2s വന്നത് കാരണം നമുക്ക് എസിൻ്റെ സ്ഥലത്ത് ഒരു 2 കൊടുത്തിട്ട് അടുത്ത് ട്രൈ ചെയ്യാം. 2SO2 + O2 gives 2SO3. സൾഫർ റിയാക്റ്റൻറ്റ് സൈഡിൽ 2s ഉണ്ട്, ഇവിടെയും 2s, ബാലൻസ്ഡ് ആയി. ഓക്സിജൻ റിയാക്റ്റൻറ്റ് സൈഡിൽ 4 + 2 6 ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിലും 6 ഉണ്ട്. അപ്പോൾ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി കിട്ടി. Balanced chemical equation 2SO2 + O2 gives 2SO3. Next question, H2O2 gives H2O + O2. നമ്മൾ നോക്കുമ്പോൾ ഹൈഡ്രജൻ്റെ ബാലൻസ്ഡ് ആണ്, ഓക്സിജൻ്റെ ബാലൻസ് ഇല്ല. അപ്പോൾ ഇവിടെ നമുക്കൊരു 2 കൊടുത്തിട്ടാണ് ഫസ്റ്റ് നമ്മൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്സിജൻ്റെത് ഇവിടെ 2 + 2, ഇത് 4 ആണ് പ്രോഡക്റ്റ് സൈഡിലുള്ളത്, റിയാക്റ്റൻറ്റ് സൈഡിൽ 2. സെയിം തിങ് തന്നെ ഇവിടെ ഹൈഡ്രജനും ബാലൻസ് ഇല്ല. ഇനി ഇവിടെ ഒരു 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും ബാലൻസ്ഡ് ആയി. നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ വിൽ ബിക്കം 2H2O2 gives 2H2O + O2. Balance the given chemical equation.
തന്നിരിക്കുന്ന ഇക്വേഷൻ CH4 പ്ലസ് O2 gives H2O പ്ലസ് CO2. ബാലൻസ്ഡ് അല്ല. അപ്പോൾ ഹൈഡ്രജന്റെ ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ ഈ ഹൈഡ്രജന്റെ സ്ഥലത്ത് ഒരു 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജനെ ബാലൻസ് ആക്കാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഹൈഡ്രജനെ ബാലൻസ് ആക്കി കഴിയുമ്പോൾ ഓക്സിജൻ ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. അപ്പോൾ 4 ആണ് ഓക്സിജൻ സൈഡിലുള്ളത്. ഇവിടെ ഒരു 2 ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 2 കൊടുത്താൽ ഓക്സിജന്റെയും ബാലൻസ്ഡ് ആകും. കാർബൺ പ്രോഡക്റ്റ് സൈഡിലും റിയാക്റ്റന്റ് സൈഡിലും ഒന്നുണ്ട്. ഓക്സിജനും ഹൈഡ്രജനും ബാലൻസ്ഡ് ആയി. നമുക്ക് ബാലൻസ്ഡ് ഇക്വേഷൻ ആയി. CH4 plus 2O2 plus gives 2H2O plus CO2. Next question, Fe plus HCl gives FeCl2 plus H2. ഇവിടെ ക്ലോറിൻ്റെത് ബാലൻസ്ഡ് അല്ല, ഹൈഡ്രജൻ്റെയും ബാലൻസ്ഡ് അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 2 കൊടുത്താൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ Fe plus 2HCl FeCl2 plus H2. അപ്പോൾ എല്ലാവരും ബാലൻസ്ഡ് ആയി കിട്ടി. Fe plus 2HCl gives FeCl2 plus H2 is the balanced chemical equation. Question. A chemical reaction is given below. Find out the oxidation number and number of atoms and check whether this is a redox reaction or not. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ CaCO3 plus 2HCl gives CaCl2 plus H2O plus CO2. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരാൻ ചാൻസ് കൂടുതലുള്ളത്. ഇതിനകത്ത് ഇൻഡിവിജ്വൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പേഴ്സ് റിയാക്റ്റൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ റിയാക്റ്റൻറ്റ് സൈഡിൽ കാണുക. CaCO3യിൽ ഇതിൽ കാൽഷ്യത്തിൻ്റെ ആറ്റമിക് നമ്പർ 20 ആണ്. അത് 2882 ആണ്. അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്കറിയാം +2 ആണ് കാൽഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. അത് എഴുതി. ഓക്സിജൻ്റെ നമുക്കറിയാം -2 ആണ് ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഓക്സിജൻ്റെ -2 എഴുതി. ഇനി കാർബണിൻ്റെ ഈ +2 -6 അത് ചെയ്യുമ്പോഴേക്കും കിട്ടുന്നത് -4 ആണ്. അപ്പോൾ കാർബണിൻ്റെത് +4 ആണെങ്കിലാണ് ഈ CaCO3 കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ് ആവുന്നത്. 0 ആയി കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കാർബണിൻ്റെ +4 ആണ്. അല്ലെങ്കിലും നമ്മൾ ജനറലി കാർബണിൻ്റെ വാലൻസി 4 ആയത് കാരണം +4 ആണ് അതിൻ്റെ ഓക്സിഡേഷൻ ജനറൽ കേസിൽ ഉള്ളത്. ആ കേസിൽ +4 ആണ് കാർബണിൻ്റെ ബാലൻസ് എഴുതിയിരിക്കുന്നത്. ഇനി HCl H+ഉം +1ഉം Cl -1 ആണ്. അത് നോൺ ഇൻഫർമേഷൻ ആണ്. അതും എടുത്തെഴുതി. അങ്ങനെ റിയാക്റ്റൻറ്റ് സൈഡിലെ എല്ലാ ഓക്സിഡേഷൻ നമ്പേഴ്സും എഴുതി. ഇനി പ്രോഡക്റ്റ് സൈഡിലെ കാൽഷ്യം CaCl2ൻ്റെ പാർട്ടാണ് ഉള്ളത്. Clൻ്റെ -1 ആണ് ചാർജ്. 2 ചാർജ് ഉണ്ട്, 2 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ -2 അത് വെച്ച് നോക്കുമ്പോഴും കാൽഷ്യത്തിൻ്റെത് +2 തന്നെയാണ് പ്രോഡക്റ്റ് സൈഡിലും അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ക്ലോറിൻ -1 ആണ്. ദെൻ ഹൈഡ്രജൻ +1 ആണ്. ഹൈഡ്രജൻ ഇവിടെ H2യുടെ ഭാഗമാണ്. ഇത് ഓക്സിജൻ്റെത് -2 ആണ് ഓക്സിഡേഷൻ നമ്പർ. ഇത് 2 ഹൈഡ്രജനിലാണ് ആ -2 സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന ഓരോ ഹൈഡ്രജനും +1 ഈച്ച്. ഇത് ന്യൂട്രലൈസ് ആകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഹൈഡ്രജൻ്റെത് +1. ഇനി കാർബൺ അത് CO2ലാണ്. ഒരു ഓക്സിജൻ്റെ ചാർജ് -2 ആണ്. അപ്പോൾ ഓക്സിജൻ്റെ പ്ലസ് ചാർജ് -4 ആകും. അപ്പോൾ കാർബണിൻ്റെ ചാർജ് +4. അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +4 കിട്ടി. അപ്പോൾ പ്രോഡക്റ്റ് സൈഡിലെയും എല്ലാം നമ്മൾ എഴുതി. ഇനി ആഫ്റ്റർ ദ റിയാക്ഷൻ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈച്ച് എലമെൻറ്റിനെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. ഇക്വേഷൻ എടുത്തെഴുതി. ഓരോ എലമെൻറ്റിൻ്റെയും റിയാക്റ്റൻസ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കണ്ടുപിടിച്ചത് എടുത്തെഴുതി. കമ്പയർ ചെയ്യൂ. Ca ബിഫോർ റിയാക്ഷൻ +2 ആണ്, ആഫ്റ്റർ റിയാക്ഷനും +2 ആണ്. C ബിഫോർ റിയാക്ഷൻ +4, ആഫ്റ്റർ റിയാക്ഷൻ ഓൾസോ +4. ഓക്സിജൻ ബിഫോർ റിയാക്ഷൻ -2, ആഫ്റ്റർ റിയാക്ഷൻ ഓക്സിജൻ -2. Cl ബിഫോർ റിയാക്ഷൻ -1, ആഫ്റ്റർ ദ റിയാക്ഷൻ ഓൾസോ ഇറ്റ് ഈസ് -1. അതായത് ഈ റിയാക്ഷൻ വഴി ഒരു ഇൻഡിവിജ്വൽ ആറ്റത്തിൻ്റെയും ഓക്സിഡേഷൻ നമ്പറിന് ഒരു ചേഞ്ച് വന്നിട്ടില്ല. അപ്പോൾ ഓക്സിഡേഷനും നടന്നിട്ടില്ല, റിഡക്ഷനും നടന്നിട്ടില്ല. ഇതൊരു ന്യൂട്രലൈസേഷൻ കൈൻഡ് ഓഫ് റിയാക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ആറ്റംസ് ആർ നോട്ട് ചേഞ്ച്ഡ് ബൈ ദ കെമിക്കൽ റിയാക്ഷൻ. നോ ഓക്സിഡേഷൻ ഓർ reduction occurs and this is not a redox reaction. Question. A chemical
Reaction is given below. Find out the oxidation number of atoms and check whether this is a redox reaction. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ Zn plus 2 HCl gives ZnCl2 plus H2. നമുക്ക് ക്ലോറിൻ്റെതും ഹൈഡ്രജൻ്റെയും ഓക്സിഡേഷൻ നമ്പർ നോൺ ഇൻഫർമേഷൻ അത് നമ്മൾ ഓർത്തു. ഇനി റിയാക്റ്റൻറ്റ് സൈഡിൽ Zn എലമെൻ്റൽ സ്റ്റേജിലാണ്. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എഴുതുക 0. എലമെൻ്റൽ ഫോമിലാണ്. HCl H+1ഉം Cl -1 ആണ് നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി റിയാക്റ്റൻറ്റ് സൈഡിൽ എല്ലാനും എഴുതി. പ്രോഡക്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ZnCl2ൻ്റെ ഫോമിലാണ് Zn ഉള്ളത്. Clൻ്റെത് -1 ആണ്. 2 Cl ഉണ്ട്, അപ്പോൾ -2 ആണ്. അപ്പോൾ Zൻ്റെ +2 ആയിരിക്കും അതിൻ്റെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ചാർജ് വരുന്നത്. Zn +2 ആണ് ഓക്സിഡേഷൻ നമ്പർ. ഹൈഡ്രജൻ എലമെൻ്റൽ ഫോമിലാണുള്ളത്. അപ്പോൾ പ്രോഡക്റ്റ് സൈഡിലുള്ള ഹൈഡ്രജൻ്റെ ചാർജ് 0, ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. Clൻ്റെത് -1 നമ്മൾ അതും ഇതിൽ കണ്ടുപിടിച്ചു. Zനുമായിട്ടുള്ള Cl -1. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പറും എഴുതി. ഇനി ആഫ്റ്റർ ദ റിയാക്ഷൻ എന്താ സംഭവിക്കുന്നത്? ഇക്വേഷൻ എഴുതുക. അതിൻ്റെ മേലെ ഓരോന്നിൻ്റെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് എഴുതി. വി ക്യാൻ കമ്പയർ. Zൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0ൽ നിന്ന് +2 ആയിട്ട് കൂടി. ഓക്സിഡേഷൻ നമ്പർ ഓഫ് Zn is increased from 0 to +2. അതായത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് Zn ഇൻക്രീസ് ചെയ്തെന്ന അർത്ഥം അതിന് ഓക്സിഡേഷനാണ് സംഭവിച്ചിരിക്കുന്നത്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ്റെത് +1ൽ നിന്ന് 0 ആയിട്ട് കുറയുവാണ് ചെയ്തത്. അതായത് ഹൈഡ്രജന് റിഡക്ഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. സോ Zn is oxidized and H is reduced. So this is a redox reaction. Question. A gaseous fuel carbon monoxide burns in oxygen to form carbon dioxide. ഇതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതി ബാലൻസ് ചെയ്യാമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കാർബൺ മോണോക്സൈഡ് പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ CO പ്ലസ് O2 ഗീവ്സ് CO2. ഇത് ബാലൻസ്ഡ് അല്ല. കാർബണിൻ്റെ ബാലൻസിംഗ് ഉണ്ട്. ഓക്സിജൻ റിയാക്റ്റൻറ്റ് സൈഡിൽ 3ഉം പ്രോഡക്റ്റ് സൈഡിൽ 2 ആണ്. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 2CO എന്നാക്കി. അപ്പോൾ ഓക്സിജൻ്റെ ഒരു സൈഡിൽ 4ഉം പ്രോഡക്റ്റ് സൈഡിൽ 2ഉമായി. കാർബണിൻ്റെ ബാലൻസ് ഇപ്പോഴും ആയിട്ടില്ല. നെക്സ്റ്റ് സ്റ്റെപ്പിൽ പ്രോഡക്റ്റിൻ്റെ 2ഉം കൂടി ആഡ് ചെയ്തു. അപ്പോൾ റിയാക്റ്റൻറ്റ് സൈഡിൽ 2C, പ്രോഡക്റ്റ് സൈഡിൽ 2C. ടോട്ടൽ ഓക്സിജൻ 4, റിയാക്റ്റൻറ്റ് സൈഡിൽ പ്രോഡക്റ്റ് സൈഡിലും 4. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആയി. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ 2CO plus O2 gives 2CO2. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ആണ്. കാർബൺ മോണോക്സൈഡും ഓക്സിജനും റിയാക്ട് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്ന റിയാക്ഷൻ അതൊരു റെഡോക്സ് റിയാക്ഷൻ ആണോ എന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എടുത്തെഴുതി. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇത് കണ്ടതാണ്. 2CO plus O2 gives 2CO2. റെഡോക്സ് റിയാക്ഷൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഈച്ച് എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് എഴുതണം. അപ്പോൾ നമുക്കറിയാം ഓക്സിജൻ്റെത് -2 ആണ്. അപ്പോൾ കാർബണിൻ്റെ +2 ആണ് ഈ COയുടെ കേസിൽ. ബിക്കോസ് ഓക്സിജൻ്റെ സ്റ്റേറ്റ് -2 ആണ്. ഇതിന് ബാലൻസ് ചെയ്യണമെങ്കിൽ ഈ CO എന്ന പ്രോഡക്റ്റിലുള്ള ഈ കോമ്പൗണ്ടിൽ +2 ആണ് കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അത് നമ്മളിവിടെ എഴുതി. ഓക്സിജൻ ഇത് എലമെൻ്റൽ സ്റ്റേജിലാണ്. അപ്പോൾ എലമെൻ്റൽ സ്റ്റേജിലെ ഈ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. ഇനി പ്രോഡക്റ്റ് സൈഡിൽ വരുമ്പോഴേക്കും ഓക്സിജൻ്റെത് -2 ആണ്. ഇത് 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ -4 ടോട്ടൽ ആകും. അപ്പോൾ കാർബണിന് വരുന്നത് +4 ആണ്. അപ്പോൾ നമുക്ക് കാർബണിൻ്റെയും ഓക്സിജൻ്റെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് റിയാക്റ്റൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും എഴുതി. ഇനി ഇത് റിഡോക്സ് റിയാക്ഷൻ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിച്ചതെല്ലാം കാർബൺ +2 കിട്ടി, ഓക്സിജൻ എലമെൻ്റൽ സ്റ്റേറ്റിൽ 0, പ്രോഡക്റ്റിൽ കാർബണിന് +4 കിട്ടി, ഓക്സിജൻ്റെത് -2. അപ്പോൾ നമ്മൾ ഇത് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലായി കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2ൽ നിന്ന് +4ലേക്ക് ഇൻക്രീസ് ആണ് ചെയ്തിരിക്കുന്നത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യുക എന്ന അർത്ഥം. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺസ്, നെഗറ്റീവ് ചാർജ് കുറയുവാണ് ചെയ്തിരിക്കുന്നത്. ലോസ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ കാർബണിന് ഓക്സിഡേഷൻ സംഭവിച്ചു. ഇനി ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ ഇസ് ഇൻക്രീസ് ഫ്രം 2 to 4. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ നോക്കൂ 0 to -2. അത് റെഡ്യൂസ്ഡ് ആണ്.
കാർബണിൻ്റെത് ഓക്സിഡേഷനും സംഭവിച്ചു, ഓക്സിജന് റിഡക്ഷനും സംഭവിച്ചു. സോ സി ഈസ് ഓക്സിഡൈസ്ഡ് ആൻഡ് ഒ ഈസ് റെഡ്യൂസ്ഡ്. ഇപ്പോൾ ഈ റിയാക്ഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും സൈമിൾട്ടേനിയസ്ലായിട്ട് നടന്നിട്ടുണ്ട്. അതൊരു റെഡോക്സ് റിയാക്ഷന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് what is the oxidizing agent in this reaction? What is the reducing agent? Oxidizing agent is oxygen. അതായത് ഓക്സിജൻ ആണ് റെഡ്യൂസ്ഡ് ആകുന്നത്. ആ റെഡ്യൂസ്ഡ് ആകുന്ന ആ എലമെന്റ് ആണ് ഓക്സിഡേഷനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസ്ഡ് ആയിരുന്ന ആ ഓക്സിജൻ ആണ്. ഇനി റെഡ്യൂസിങ് ഏജന്റ് CO ആണ്. റിഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നത് CO. ഈ CO ആണ് reducing agent because CO is helping the reduction of oxygen. Question, analyze the given chemical equation and answer the question. Ca plus 2HCl gives CaCl2 plus H2 ആണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. നമുക്ക് ചോദ്യം mark the oxidation number of atoms before and after the chemical reaction. നമുക്ക് എഴുതാം. റിയാക്റ്റന്റ് സൈഡിലെ Ca elemental സ്റ്റേജിലാണ്. അപ്പോൾ 0 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. HCl H+1 Cl -1 ആണ്. അത് നമ്മൾ എഴുതി. ഇനി പ്രോഡക്റ്റ് സൈഡിൽ വരുമ്പോഴേക്കും CaCl2 Cl2ന് Clനുള്ളത് -1 ആണ്. 2 ക്ലോറിൻ ആണ്. അപ്പം -2 ആകും. സോ കാൽഷ്യത്തിൻ്റെത് +2 ആകും. ഇനി ഹൈഡ്രജൻ Cl -1 അടുത്തത്. ദെൻ ഹൈഡ്രജൻ്റെത് എലമെന്റൽ സ്റ്റേജിലായത് കാരണം അത് 0 ആണ്. ഇനി നമുക്ക് മാർക്ക് ചെയ്യാം. ഇക്വേഷൻ എഴുതുക. ഈ പ്രോഡക്റ്റ് സൈഡിലും റിയാക്റ്റൻറ്റ് സൈഡിലും ഓരോ എലമെന്റിൻ്റെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് മേളിൽ എഴുതുക. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ ഇക്വേഷൻ എഴുതി, അതിൻ്റെ ഈച്ച് എലമെന്റിൻ്റെ ഓക്സിഡേഷൻ നമ്പേഴ്സ് എഴുതി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആറ്റം അണ്ടർഗോസ് ഓക്സിഡേഷൻ? ഏത് ആറ്റമാണ് ഓക്സിഡേഷൻ നടക്കുന്നത്? Oxidation number of Ca increases from 0 to +2. Ca 0 ആയിരുന്നു, അത് +2 ആയി. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ആയതിൻ്റെ അർത്ഥം ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഓക്സിഡേഷൻ സംഭവിച്ചിരിക്കുന്നത് കാൽഷ്യത്തിനാണ്. വിച്ച് ആറ്റം അണ്ടർഗോസ് റിഡക്ഷൻ? ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 0 ആയിട്ട് ഡിക്രീസ് ആണ് ചെയ്തിരിക്കുന്നത്. അതായത് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. സോ ഹൈഡ്രജൻ ആണ് റിഡക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. വാട്ട് ആർ ദ ഓക്സിഡൈസിങ് ആൻഡ് ദ റെഡ്യൂസിങ് ഏജൻസ്? ഏതാണ് ഓക്സിഡൈസിങ് ഏജന്റ്, ഏതാണ് റെഡ്യൂസിങ് ഏജന്റ്? ഈ കേസിൽ ഓക്സിഡൈസിങ് ഏജന്റ് ഹൈഡ്രജൻ ആണ്. ബിക്കോസ് ഹൈഡ്രജൻ ആണ് Caയുടെ ഓക്സിഡേഷനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റെഡ്യൂസിങ് ഏജന്റ് കാൽഷ്യം ആണ്. ബിക്കോസ് കാൽഷ്യം ആണ് ഹൈഡ്രജന്റെ റിഡക്ഷനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. Question, analyze the given chemical equation and find out whether they are redox reactions. Given equation, NaOH plus HCl gives NaCl plus H2O. redox reaction ആണോ എന്ന് കണക്കാക്കാൻ നമുക്ക് ആദ്യം തന്നെ റിയാക്ഷൻ സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും നമ്മൾ ഓക്സിഡേഷൻ നമ്പേഴ്സ് എഴുതി. എല്ലാം നമ്മൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ തന്നെ സിമിലർ ആണ്. സോഡിയത്തിൻ്റെ +1, ഓക്സിജൻ്റെത് -2, ഹൈഡ്രജൻ +1, ക്ലോറിൻ -1. റിയാക്റ്റൻറ്റ് സൈഡ് പ്രോഡക്റ്റിൽ സോഡിയം NaCl ആണ്, ഇത് +1 ആണ്. Cl -1 ആണ്. ഹൈഡ്രജൻ ഇൻ H2Oയിലാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെത് +1 തന്നെ, ഓക്സിജൻ -2. ആഫ്റ്റർ ദ റിയാക്ഷൻ ഇക്വേഷൻ എടുത്തെഴുതി ഓരോന്നിൻ്റെയും പ്രോഡക്റ്റ് സൈഡിലെയും റിയാക്റ്റൻറ്റ് സൈഡിലെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് എഴുതി കമ്പയർ ചെയ്യുക. സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 തന്നെ, ഒന്നിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്തിട്ടില്ല. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ആറ്റംസ് ആർ നോട്ട് ചേഞ്ച്ഡ് ഇൻ ദിസ് കെമിക്കൽ റിയാക്ഷൻ. നോ ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ occurs here, so this is not a redox reaction. Question, analyze the chemical equation given below and see whether that is a redox reaction. Given equation, H2S plus Cl2 gives 2HCl plus S. നമ്മൾ ഓരോന്നിൻ്റെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് നമ്മൾ പോപ്പുലേറ്റ് ചെയ്യും. ഹൈഡ്രജൻ്റെത് +1 ആണ്. സൾഫറിൻ്റെത് ഇവിടെ ഹൈഡ്രജൻ +1 ആകുമ്പോൾ
ഈ ഹൈഡ്രജന്റെ സൈഡിൽ നിന്ന് 2 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ +2 ആയി. അപ്പോൾ സൾഫറിന് വരുന്നത് -2. അങ്ങനെയാണ് സൾഫറിന്റെ -2 കിട്ടിയിരിക്കുന്നത്. ദെൻ Cl എലമെന്റൽ സ്റ്റേറ്റിലാണ്, അപ്പോൾ 0. പ്രോഡക്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൾഫർ ഒരു എലമെന്റ് ആണ്. ഇത് എലമെന്റൽ ഫോമിൽ 0 ആണ്. അപ്പോൾ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ ദ പ്രോഡക്റ്റ് സൈഡ് 0 ആണ്. പിന്നെ Clന്റേത് HCl -1ഉം ഹൈഡ്രജന്റേത് +1ഉം. ഇനി ആഫ്റ്റർ റിയാക്ഷൻ നമ്മൾ ഇക്വേഷൻ എഴുതി വാല്യൂസ് പോപ്പുലേറ്റ് ചെയ്തു, എന്നിട്ട് കമ്പയർ ചെയ്തു ഓക്സിഡേഷൻ നമ്പേഴ്സ് ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇസ് ഇൻക്രീസ്ഡ് ഫ്രം -2 to 0. So sulfur is oxidized. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ 0ന്ന് -1, അതായത് ഡിക്രീസ് ആണ് ചെയ്തിരിക്കുന്നത്. സോ ക്ലോറിൻ ഈസ് റെഡ്യൂസ്ഡ്. So this is a redox reaction. Question. A chemical reaction is given in the concept map below. Find out the oxidation number of each atom. On the basis of this, fill up the blanks. നമുക്ക് ഈ കൺസെപ്റ്റ് മാപ്പിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ Fe+S gives FeS ആണ്. ഹിൻഡിൽ തന്നിരിക്കുന്നത് വാലൻസി ഓഫ് സൾഫർ 2 ആണ്, വാലൻസി ഓഫ് Feയും 2 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ ഡീറ്റെയിൽസ് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഓരോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റിയാക്റ്റന്റ് സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് നമുക്ക് പോപ്പുലേറ്റ് ചെയ്യാം. ആദ്യം തന്നെ സൾഫറിന്റെ കേസ് എടുക്കുക. സൾഫർ എലമെന്റൽ സ്റ്റേറ്റിലാണ് 0, Fe എലമെന്റൽ സ്റ്റേറ്റിലാണ് 0. ഇനി FeSൽ ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിയാൽ ഒരു ഹിന്റ് വെച്ച് നോക്കുകയാണ്. ഇവിടെ രണ്ടും വാലൻസി 2 ആണെന്ന് തന്നിട്ടുണ്ട്. വാലൻസി 2 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എയ്തർ 2 ഇലക്ട്രോൺസ് ആക്സെപ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ 2 ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുമ്പോഴാണ് വാലൻസി 2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ എസിനാണോ +2 വരുന്നത് എഫിക്കാണോ +2 വരുന്നതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു H2S ഒരു കോമൺ ആയിട്ട് നമുക്കറിയുന്ന ഒരു കോമ്പൗണ്ടാണ്. H2Sന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ 2ഉം ഒരു സൾഫറുമാണ്. ഹൈഡ്രജന്റെ വാലൻസി +1 ആണ്. H2 ആകുമ്പോൾ അത് +2 ആകും. അപ്പോൾ സൾഫറിന്റെ വാലൻസി വരുന്നത് -2. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം സൾഫറിന്റെ വാലൻസി -2 എന്നും കൊടുക്കുക, Feയുടെ വാലൻസി +2 എന്നും കൊടുക്കുക. അപ്പോൾ നമുക്ക് റിയാക്റ്റൻസിന്റെയും പ്രോഡക്ട്സിന്റെയും എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ നമ്പേഴ്സ് നമ്മൾ പോപ്പുലേറ്റ് ചെയ്തു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഈച്ച് ആറ്റം, അത് നമ്മൾ പോപ്പുലേറ്റ് ചെയ്തു. ഇനി നമ്മളോട് ഈ ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആറ്റം ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്, ആറ്റം വിച്ച് ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. ഏത് ആറ്റമാണ് ഓക്സിഡൈസ് ആകുന്നത്? Fe 0ന്ന് Feയുടെ ചാർജ് ഓക്സിഡേഷൻ നമ്പർ +2ലേക്ക് ഇൻക്രീസ് ആയി. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ അത് ഓക്സിഡേഷൻ ആണ്. അപ്പോൾ ആറ്റം ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ് അത് Fe ആണ്. ആറ്റം ഹൂസ് ഓക്സിഡേഷൻ നമ്പർ ഈസ് ഇൻക്രീസ്ഡ് Feയുടെ ആണല്ലോ, 0ന്ന് +2ലേക്ക് ഇൻക്രീസ് ആയി, അപ്പോൾ ഇതും Fe. ഇനി ആറ്റം ഹൂസ് ഓക്സിഡേഷൻ നമ്പർ ഈസ് ഡിക്രീസ്ഡ്, ഏതിന്റെ ആണ് ഡിക്രീസ് ആയിരിക്കുന്നത്? സൾഫറിന്റെ. 0ന്ന് -2ലേക്ക് ഡിക്രീസ് ആയി, അപ്പോൾ ഇവിടെ സൾഫർ. ഓക്സിഡേഷൻ നമ്പർ ഓഫ് എസ് ബിഫോർ ദ റിയാക്ഷൻ, ബിഫോർ ദ റിയാക്ഷൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് എക്സ് 0, അത് എലമെന്റൽ സ്റ്റേജിലാണല്ലോ, അപ്പോൾ 0. നെക്സ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ്? ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്, അതാണ് ഓക്സിഡൈസിങ് ഏജന്റ്. ഇവിടെ സൾഫർ ആണ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്, അപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ് സൾഫർ ആണ്. ദെൻ റെഡ്യൂസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ പഠിച്ചതിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ റെഡ്യൂസിങ് ഏജന്റ് അത് ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് Fe ആണ്, അപ്പോൾ ഇതിന്റെ ആൻസർ Fe. നെക്സ്റ്റ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് Fe ബിഫോർ ദ റിയാക്ഷൻ, Feയുടെ ബിഫോർ റിയാക്ഷൻ 0. Then oxidation number of Fe after the reaction, that is +2. Oxidation number of sulfur after the reaction, sulfur after the reaction -2. Next, atom getting reduced, atom getting reduced sulfur ആണ്. സൾഫറിന്റെ ആണ് ഓക്സിഡേഷൻ നമ്പർ 0ന്ന് -2ലേക്ക് കുറഞ്ഞു പോകുന്നത്, അപ്പോൾ ഗെറ്റിംഗ് റെഡ്യൂസ്ഡ് സൾഫർ ആണ്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കം മുതൽ അവസാനം വരെ പഠിച്ചിരുന്ന ഡിഫറെൻറ്റ് കൺസെപ്റ്റുകളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇനി
നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിലുള്ള വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ: dash and dash are major products formed during the combustion of fuels and burning of paper. Answer: carbon dioxide and water vapor. Question: dash stated the law of conservation of mass. Answer: Antoine Lavoisier. Question: the atomic mass of elements are expressed in unit dash. Answer: atomic mass unit U. Question: dash is the symbolic representation of a chemical reaction using symbols and chemical formulae. Answer: chemical equation. Question: how many atoms are present in water molecule? Answer: 3. 2 ഹൈഡ്രജനും ഒരു ഓക്സിജനുമാണ് ഉള്ളത്. Question: calculate the number of molecules present in 5H2O. നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 5 ഉണ്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് 5 മോളിക്യൂൾസ് ഓഫ് വാട്ടർ ആണ് ഉള്ളത്. ആൻസർ 5. ക്വസ്റ്റ്യൻ: ജനറലി ഡാഷ് അണ്ടർഗോ ഓക്സിഡേഷൻ ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻസ്. ആൻസർ: മെറ്റൽസ്. ക്വസ്റ്റ്യൻ: ജനറലി ഡാഷ് അണ്ടർഗോ റിഡക്ഷൻ ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻസ്. ആൻസർ: നോൺ മെറ്റൽസ്. Question: reactions in which negative ions lose electrons and change into neutral atoms are called dash reactions. Answer: oxidation. ഇവിടെ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. നെഗറ്റീവ് അയോൺസ് ഇലക്ട്രോൺ ലൂസ് ചെയ്ത് ആറ്റംസ് സ്റ്റേജിലേക്ക് മാറുമ്പോൾ അത് ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. Question: reactions in which positive ions gain electrons and change it into neutral atoms are called dash reactions. Reduction reactions. Positive ions gain electrons എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം that is reduction reactions. Next question: what is the oxidizing agent in this reaction? 2Mg plus O2 gives 2MgO. Answer: oxygen ആണ്. വാട്ട് ഇസ് എ ഓക്സിഡൈസിങ് ഏജന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്സിഡൈസിങ് ഏജന്റ് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഇവിടെ ഓക്സിജൻ ഈ എലമെന്റൽ സ്റ്റേജിലാവുമ്പോൾ 0 ആണ് റിയാക്റ്റന്റ് സൈഡിൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ വരുന്നത്. അത് പ്രോഡക്റ്റിലേക്ക് ആവുമ്പോൾ -2 ആണ് പ്രോഡക്റ്റിൽ. അതായത് ഓക്സിഡേഷൻ നമ്പർ 0യിൽ നിന്ന് -2ലേക്ക് ചേഞ്ച് ചെയ്ത് ഡിക്രീസ് ആണ് ചെയ്തിരിക്കുന്നത്. അത് റിഡക്ഷൻ ആണ് ഓക്സിജന് സംഭവിക്കുന്നത്. അതാണ് ഓക്സിജൻ ഓക്സിഡൈസിങ് ഏജന്റ് ആവുന്നത്. Next question: what is the reducing agent in this reaction? 2Mg plus O2 gives 2MgO. Reducing agent magnesium. Reducing agent അത് ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് Mg ക്കാണ്. Next question: when an electron is lost, a dash ion is formed. Electron lost ചെയ്യുമ്പോൾ positive ion is formed. In magnesium oxide MgO, the oxidation number of magnesium is +2. ഓക്സിജന്റെ നമുക്കറിയാം -2 ആണ്. അപ്പോൾ MgOയിൽ മെഗ്നീഷ്യത്തിൻ്റെത് +2. Question: when an electron is gained, a dash ion is formed. ഇലക്ട്രോൺ ഗെയിൻ എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് അയോൺ ഫോം ചെയ്യും. Question: if all bonds in a compound are ionic, the charge of each atom is known as dash oxidation number or oxidation state. Question: the sum of oxidation numbers of the constituent atoms in a compound equal to 0. Question: in sodium chloride NaCl, the oxidation number of sodium is +1. നമ്മൾ കുറേ റിയാക്ഷൻസ് കണ്ടു. Then question: in sodium chloride NaCl, oxidation number of chlorine is -1. Question: calculate the total number of atoms present in 5H2O. 5H2Oയിൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു H2Oയിൽ 3 ഉണ്ട്. അപ്പോൾ 5H2Oയിൽ 15. Question: in magnesium oxide MgO, the oxidation number of oxygen is -2. Question: in a covalent compound HF, the oxidation number of hydrogen is considered as +1.
In a covalent compound HF, the oxidation number of fluorine is considered as -1. In element molecules, electrons are equally shared in the atoms and oxidation number is considered as 0. Dash is the oxidation number of nitrogen in NO2. ഓക്സിജൻ്റെത് -2 ആണ്, രണ്ടെണ്ണമുണ്ട്. അപ്പോൾ -4 ആണ് ഓക്സിജന്റെ സൈഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ നൈട്രജന് വരുന്നത് +4. Question. 2H2 plus O2 gives 2H2O is an example of dash reaction. It's a redox reaction. ഇവിടെ ഹൈഡ്രജൻ എലമെന്റൽ സ്റ്റേറ്റിൽ 0 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അത് H2O-യിലാവുമ്പോൾ അത് +1 ആണ്. ഓക്സിജൻ എലമെന്റൽ സ്റ്റേറ്റിൽ 0 ആണ്, H2O-യിൽ -2 ആണ് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെത് 0-യിൽ നിന്ന് +1-ലേക്ക് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രജന് ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. ഓക്സിജൻ്റെത് 0-യിൽ നിന്ന് -1-ലേക്ക് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജന് സംഭവിക്കുന്നത് റിഡക്ഷൻ ആണ്. അപ്പോൾ ഈ റിയാക്ഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിച്ചിട്ടുണ്ട്. ഇത് എക്സാമ്പിൾ ഓഫ് റെഡോക്സ് റിയാക്ഷൻ ആണ്. ഇൻ ദ ഫോർമേഷൻ ഓഫ് വാട്ടർ, ഹൈഡ്രജൻ ഈസ് ഓക്സിഡൈസ്ഡ്. 0-യിൽ നിന്ന് +1-ലേക്ക് കൂടി ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഹൈഡ്രജൻ ഈസ് ഓക്സിഡൈസ്ഡ്. ഇൻ ദ ഫോർമേഷൻ ഓഫ് വാട്ടർ, ഓക്സിജൻ ഈസ് റെഡ്യൂസ്ഡ്. 0-യിൽ നിന്ന് -1-ലേക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓക്സിജന്റെ കുറയുകയാണ് ചെയ്തത്. സോ ഓക്സിജൻ ഈസ് റെഡ്യൂസ്ഡ്. Question. Normally, chemical reactions involving electron transfer are dash reactions. Answer. Redox reactions. Question. Neutralization reactions are dash reactions. Answer. Non-redox reactions. ടോപ്പ് ട്യൂഷൻ്റെ ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നിങ്ങളുടെ പരീക്ഷയിൽ സഹായകരമാകുമെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. കൂടുതൽ ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.